السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم، وكذلك ننجي المؤمنين. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സയ്യിദ് ജമലുല്ലൈൽ തങ്ങൾ അവറുകൾ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനം ഫാത്തിമ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അക്കാഡമി, അതിൻ്റെ വിദ്യാർത്ഥികളുടെ അശ്രാന്ത പരിശ്രമം, വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത ഒരാഘോഷവേളയെ അനുസ്മരിപ്പിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന അഭിനന്ദരായ അബ്ദുള്ള മുഹമ്മദ് ഹാജി അവറുകൾ, ഇവിടെ സന്നിഹിതരായ അബ്ബാസ് ദാരിമി അവറുകളെ, അഭിനന്ദരായ അൻവരി ഉസ്താദ്, ഈ പരിപാടിക്ക് വേണ്ടി വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള അഭിനന്ദരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന വലിയ ഒരു അമലായി അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്. വളരെ നേരത്തെ തന്നെ ഒരു പരിപാടി തുടങ്ങുന്നത്
പല വിധേനയും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പല സ്ഥലങ്ങളിലും 10 മണിക്ക് തുടങ്ങി അതൊരു 12ഉം 1 മണിയും 2 മണിയൊക്കെ ആയി പിരിഞ്ഞ് സുബഹി നിസ്കരിക്കാനൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വൈകിപ്പോകുന്നതിനേക്കാളൊക്കെ നല്ലത് വളരെ നേരത്തെ തുടങ്ങി വളരെ നേരത്തെ തന്നെ അവസാനിപ്പിച്ചാൽ ഒരുപാട് ആളുകൾക്ക്, വിശിഷ്യ വിദ്യാർത്ഥികൾക്കൊക്കെ അത് സൗകര്യമായിരിക്കും. അൽഹംദുലില്ലാഹ്, ഇവിടെ അത്തോളിയിൽ ഈ മുറ്റത്ത്, ഈ പ്രദേശത്ത് വളരെ ആദ്യത്തെ വരവാണ്. എന്നാൽ അത്തോളിയിലെ മറ്റെവിടെയോ ഒരു സ്ഥലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് വാള് പറയാൻ വന്നതിന്റെ ചെറിയ ഓർമ്മയിലുണ്ട്. അന്ന് അത്തോളി എന്നതിന്റെ ഓർമ്മയിലുള്ളൂ. ഒരു വയലിന്റെ സൈഡിൽ ഒരു പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ദീനി ചൈതന്യമുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിന്റെ ആദർശവും അത്രമേൽ ശോഭയോടെ നിലനിൽക്കേണ്ട ഒരു പ്രദേശവുമാണ്. വിശുദ്ധ ഖുർആൻ, അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ആ സംരക്ഷണത്തിന് നമ്മളാരും ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും വേറെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു ആ കർമ്മം നിർവഹിക്കും എന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷയിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വളർന്നു വന്നത് നമുക്ക് ലഭിച്ച വലിയൊരു സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ മാലോകർക്ക് എത്തിച്ചു കൊടുക്കാൻ, മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്ന ഒരു തോന്നൽ, ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ അനിവാര്യമായ ചില സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾ താനും തന്റെ വീടും തന്റെ വീട്ടുകാരും എന്ന ചിന്തയിൽ നിന്ന് മാറി തന്റെ സമൂഹം എന്ന ഒരു തലത്തിലേക്ക് ചിന്തകൾ ഉയരുന്നത് അതിശ്രേഷ്ഠമായ ഒരു സ്വഭാവ ഗുണമായിട്ടാണ് നമ്മുടെ ഇസ്ലാം കാണുന്നത്. സമൂഹത്തെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകുന്നത് ആ ഒരു ഉയർന്ന ചിന്തയുടെ ഭാഗമാണ്. സമൂഹം ഈ പോക്ക് പോയാൽ എവിടെ എത്തും എന്ന് നമ്മൾ ഒരാശങ്ക പ്രകടിപ്പിക്കുന്നത്, ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾക്കാണ് അറബിയിൽ ഹമ്മ് എന്ന് പറയുക. വർത്തമാനകാലത്ത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളെയാണ് ഗമ്മ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലിയുള്ള നമ്മുടെ സങ്കടമോ വ്യസനമോ ഉണ്ടെങ്കിൽ അതിനാണ് ഹുസൻ എന്ന് അറബിയിൽ പറയുന്നത്. ഹുസനും ഹമ്മും ഗമ്മുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ എന്തിനെ ചൊല്ലിയാണ് വേവലാതിപ്പെടുന്നത്? ജീവിതത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ വ്യാകുലതയും വ്യസനവും ഏത് വൃത്തത്തിൽ നിൽക്കുന്നു എന്നതൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ, സങ്കടമോ ദുഃഖമോ ഇല്ലാത്ത, വിഷമങ്ങളോ പരാധീനതകളോ ഇല്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ
ഏത് രാജ്യത്ത് ചെന്നാൽ തന്നെയും മുഖത്ത് എന്തെന്നില്ലാത്തൊരു വെപ്രാളവും സമാധാനമില്ലാത്തൊരു നടത്തവും ഓട്ടോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളക്കാരാണ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും ടെൻഷനാണ്, മുഴു സമയം ടെൻഷനിലാണ്. പെൺകുഞ്ഞ് ജനിച്ച സന്തോഷ വാർത്തയിൽ ഇരിക്കേണ്ട ആൾ ഈ കുഞ്ഞിനെ ഞാനൊരു 10-20 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിച്ചയക്കേണ്ടെന്ന് ഇപ്പോഴേ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. എപ്പോഴും വ്യാകുലമായ ഒരു മുഖം, അത് ആഖിറത്തെ ചൊല്ലിയുള്ള വ്യാകുലതയാണെങ്കിൽ മാഷാ അല്ലാഹ് അത് നല്ലതാണ്. പക്ഷെ ദുന്യാവിനെ ചൊല്ലി നാം അനുഭവിക്കുന്ന ഈ വർത്തമാനകാലം, അതിൽ അല്ലാഹു തന്ന നിഅമത്തുകളെ ഓർക്കാതെ ഭാവിയിൽ വരാൻ പോകുന്ന വിഷയങ്ങളെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. എന്താണ് അതിന്റെ പ്രതിവിധി? സങ്കടങ്ങൾ പല വിധത്തിലാണ്, വിഷമങ്ങൾ പല രീതിയിലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരുടെ പേരക്കിടാവായിരുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ പ്രഗത്ഭരായ 2 ഉമറുമാർ എന്ന് ചരിത്രം പറയുന്നവർ, അവർക്ക് വിഷമങ്ങളുണ്ടായിരുന്നു. അവരുടെ വിഷമങ്ങൾ പക്ഷേ നമ്മുടേതുപോലെയല്ല. മദീന ആസ്ഥാനമായി ഇസ്ലാമിക ലോകം നിയന്ത്രിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറാഖിന്റെ ടൈഗ്രീസ് നദിയുടെ അരികത്തുകൂടെ ഏതെങ്കിലും ഒരൊട്ടകം കടന്നു പോകുമ്പോൾ ആ നദിക്കരയിലെ വഴി സുരക്ഷിതമല്ലെങ്കിൽ, ഒരൊട്ടകം അവിടെ കാലിടറി വീഴുകയാണെങ്കിൽ അതിന് മറുപടി ഉമർ എന്നവർ അള്ളാഹുവിനോട് പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞിട്ടുണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇറാഖിൽ മദീനയിൽ നിന്ന് 2000-ലേറെ കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇസ്ലാമിന്റെ ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് ആ രാജ്യത്തെ മനുഷ്യർക്ക് മാത്രമല്ല അവിടുത്തെ മൃഗങ്ങൾക്ക് പോലും അർഹമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ എന്നോർത്ത് ഫാറൂഖ് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ മഹാനവറുകൾക്ക് ഒരു സൈന്യം അയക്കേണ്ട, ഒരു സൈന്യത്തെ നിയമിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് നിസ്കാരത്തിൽ ചിന്ത വന്നുപോയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തുകൊണ്ട്? ഈ സമൂഹമാണ് അവരുടെ ചിന്ത. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ അതിന് സഹായിയായി അള്ളാഹുവിനെ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. വലിയവരും ചെറിയവരും ഒരുപോലെ നിസ്സാരമായി കാണുന്ന വിഷയങ്ങൾ എന്റെ കണ്ണിൽ വലുതാണ്. ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അത് പരിഹരിക്കാൻ വേണ്ടി എന്റെ മുഴു സമയം ഞാൻ മാറ്റിവെച്ചാൽ തന്നെയും എന്നെക്കൊണ്ട് പരിഹരിക്കാനാവാത്തത് ഇനിയും ബാക്കി വരുമോ എന്നോർത്ത് വിഷമിച്ച് കരഞ്ഞുപോയ 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അവർക്ക് വിഷമങ്ങളുണ്ടായി. പക്ഷെ നമ്മുടേതുപോലെയല്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്റ്റാബ് ചെയ്യപ്പെട്ട് വഫാത്തായപ്പോ, ഷഹീദായപ്പോ, ഉമർ തങ്ങളുടെ ശേഷം ഇസ്ലാമിന്റെ ഭരണാധികാരം ആരെ ഏൽപ്പിക്കണം എന്ന ഖിലാഫത്തിന്റെ ചർച്ച നടക്കുന്നു. ആ ചർച്ച, അതിന് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന 10 സ്വഹാബികളുടെ നാമം ഒരുമിച്ച് നബി തങ്ങൾ പറഞ്ഞതിൽ ഉണ്ട് വബ്നു ഔഫിൻ ആശിരിൽ കറമി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടതിന്റെ ശേഷം മുസ്ലിമീങ്ങളായ
ആളുകളോട് മുഴുവനും മശ്വറ ചെയ്തുകൊണ്ടും വൃദ്ധകളായ പെണ്ണുങ്ങളോട് വരെ മുസ്ലിം അമീർമാരുടെ ഖിലാഫത്തിന്റെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടും ഒരു കൺപോള ഉറങ്ങാൻ കഴിയാതെ ദിവസങ്ങളോളം ഉറക്കമുളച്ച് നടന്ന മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവർക്കും സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഉമ്മത്തിനെ ചൊല്ലിയുള്ള സങ്കടമായിരുന്നു. നമ്മുടേത് ഏത് തലത്തിലുള്ളതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമുണ്ടായിട്ടുണ്ട്. അത് ഈ ഉമ്മത്തിനെ ചൊല്ലിയാണ്. അവിടുന്ന് പറയുമായിരുന്നു, കൈഫ ബിക്കും, എന്തായിരിക്കും ഈ സമൂഹത്തിന്റെ അവസ്ഥ? നിങ്ങളുടെ പെൺകുട്ടികളൊക്കെ പറഞ്ഞത് കേൾക്കാതെ നടക്കുകയും വതഗാ ശുബ്ബാനുക്കും, നിങ്ങളുടെ യുവാക്കൾ വഴിവിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, അങ്ങനെ നടക്കുമോ നബിയെ? അങ്ങനെ ഉണ്ടാകുമോ? തങ്ങൾ പറഞ്ഞു, തീർച്ചയായും. അവിടുന്ന് ചോദിച്ചു, എങ്ങനെയായിരിക്കും ഒരു കാലം വരുമ്പോ എല്ലാ നന്മകളും വേണ്ടെന്ന് പറയുകയും തിന്മകൾ വേണമെന്ന് നിങ്ങളോട് പറയപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും? അവർ ചോദിച്ചു, നബിയെ, അവകാഇനൻ ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ സംഭവിക്കുമോ നബിയെ? തങ്ങൾ പറഞ്ഞു, തീർച്ചയായും. അവിടുന്ന് വീണ്ടും പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരിക്കും? തിന്മകൾ നിങ്ങളോട് ചെയ്യണമെന്നും നന്മകൾ ചെയ്യരുത് എന്നും നിങ്ങളോട് പറയപ്പെടുമ്പോൾ നബിയെ, അങ്ങനെ സംഭവിക്കുമോ? വഅശദ്ദു മിൻഹു സയകൂൻ, ഇത്രയും ഗൗരവമേറിയ സംഭവങ്ങൾ അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്നു. അതോർക്കുമ്പോൾ എനിക്ക് വിഷമമാകുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറി വരുന്ന സങ്കടങ്ങളിൽ ഏറ്റവും ഉന്നതമായ ടെൻഷനുകളാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടാകും, റബ്ബേ, എന്റെ കുട്ടിയുടെ കല്യാണം എന്ത് ചെയ്യും? എന്റെ വീട് പണി തീർന്നിട്ടില്ല, എന്റെ ഇന്നാലിന്ന ആവശ്യങ്ങൾ ശരിയായിട്ടില്ല, എന്റെ കച്ചവടം, എന്റെ ജോലി, എന്റെ ആരോഗ്യം. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആ ഒരു ഇട്ടാവട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് സങ്കടപ്പെടുന്നവർ കാണും. ചിലരുടെ സങ്കടം അതിനപ്പുറത്താണ്. അങ്ങനെ ഒരു സങ്കടമുണ്ടാകുമ്പോഴാണ് ഉത്ബോധനങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച് ദീനി പ്രഭാഷണങ്ങളും പ്രബോധന പരിപാടികളും ദീനി സ്ഥാപനങ്ങളും ഉണ്ടാകുന്നത്. ഈ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരാശങ്കയിൽ നിന്നാണ്. അപ്പോഴാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് ഏറ്റവും ഉന്നതമായ, അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ള, അള്ളാഹു അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു സങ്കടമാണ്. അങ്ങനെയാണെങ്കിൽ മാഷാ അല്ലാഹ്, അത് വലിയ കാര്യമാണ്. സങ്കടങ്ങൾ ഏതൊക്കെ വിധങ്ങളിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നു, അത് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്ന ഒരു വിഷയത്തെ ചൊല്ലിയാണ് നമ്മൾ ഇന്ന് ചർച്ചകൾ കൊണ്ടുപോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയുടെ സംഭവ ചരിത്രം നമ്മളോട് പറഞ്ഞു തന്നു. അദ്ദേഹം മുസ്ലിമാകുന്നതിന്റെ മുമ്പ് കണ്ട് പരിചയപ്പെട്ടിരുന്ന പ്രീ ഇസ്ലാമിക് പീരീഡ്, നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് പരിചയമുണ്ടായിരുന്ന മദീനയിലെ വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരു പെണ്ണുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ചില റിവായത്തുകളിൽ വന്നത്, മുസ്ലിമാണ് ഇദ്ദേഹം, പക്ഷേ പഴയകാലത്തെ ആ പ്രേമബന്ധം ഓർമ്മ വന്നപ്പോ അവളുമായി സംസാരിക്കണമെന്ന് ഇയാൾക്ക് കൊതി വന്നു. അവരുടെ കയ്യിൽ കൈയടിച്ചുകൊണ്ട് അയാൾ പഴയ ബന്ധം ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ തുനിഞ്ഞപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, സ്റ്റോപ്പ് ഇറ്റ്, നിർത്തുക. ഖദ് അബ്ദലന അല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു നമുക്ക് മുസ്ലിമാവാൻ ഭാഗ്യം തന്നില്ലേ, അല്ലാഹു നമ്മെ നല്ലവരാക്കി തന്നില്ലേ, അവിശ്വാസത്തിന് ശേഷം അല്ലാഹു വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നില്ലേ, ഇനി നിങ്ങൾ
ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് ചോദിച്ചപ്പോ പേടിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റ് നടന്നു നീങ്ങവേ ഒരു മതിലിൽ അയാളുടെ തല പോയി ഇടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. നിബിതങ്ങൾ ചോദിച്ചു, എന്തുപറ്റി? കഥ പറഞ്ഞു കൊടുത്തു. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. അല്ലാഹു ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്തുപോയ തെറ്റുകൾക്ക് ഇവിടെ തന്നെ അല്ലാഹു ശിക്ഷ നൽകുകയും അവരെ അല്ലാഹു ഈ ലോകത്ത് ശിക്ഷിക്കുകയും ചെയ്യും, പരലോകത്ത് വെച്ച് ശിക്ഷിക്കാതെ. അല്ലാഹു ഒരാൾക്ക് തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് ശിക്ഷകൾ നൽകപ്പെടാതെ എല്ലാം അവന്റെ മേൽ കുമിഞ്ഞുകൂടി നാളെ പരലോകത്ത് ഒന്നാകെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരും. ചെയ്തു പോകുന്ന പാപങ്ങളിൽ തോന്നുന്ന പശ്ചാത്താപം, ഒരു പാപത്തെ ചൊല്ലി ഒരാൾക്കുണ്ടാകുന്ന സങ്കടം, ആ രീതിയിൽ സങ്കടമുണ്ടാകാം. മറ്റൊന്ന്, ആരെങ്കിലും തന്നെ ആക്രമിക്കുമ്പോൾ തോന്നുന്ന ഒരു സങ്കടം. ഒരാൾ എന്തെങ്കിലും അധികാരം ഉപയോഗിച്ച് നമ്മുടെ ഹക്ക് ഒരാൾ പിടിച്ചു പറിച്ചെടുത്തു, സങ്കടമായി. ആരോട് പറയാൻ? ആരോട് പറഞ്ഞാൽ പരിഹാരം ലഭിക്കാൻ? സ്വന്തം ബന്ധുക്കളോ വേണ്ടപ്പെട്ട ആളുകളോ അത്തരം അക്രമങ്ങൾ ചെയ്യുമ്പോൾ ആ വേദനയുടെ കാഠിന്യം വർദ്ധിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ വരുന്ന പ്രയാസങ്ങളുണ്ട്. ചില പ്രയാസങ്ങൾ ഈ ലോകത്തെ പരീക്ഷണങ്ങളാൽ ഉണ്ടാകുന്നവയാണ്. അല്ലാഹു നൽകുന്ന ചില അസുഖങ്ങൾ, കാലങ്ങളായി ശരീരത്തിൽ നിന്ന് വിട്ടുമാറാത്ത അസുഖങ്ങൾ വരുമ്പോ മാനസികമായൊരു സങ്കടവും വിഷമവും വരും. മക്കൾ പറഞ്ഞത് കേൾക്കാതെ നടക്കുമ്പോ, ഭാര്യമാർ ഭർത്താക്കന്മാർ മോശമായ രീതിയിൽ ജീവിക്കുമ്പോ തോന്നുന്ന സങ്കടമുണ്ട്. അത് സത്യവിശ്വാസിയുടെയും അല്ലാത്തവരുടെയും ജീവിതത്തിൽ ഒരുപോലെ അനുഭവിക്കാറുള്ള സങ്കടത്തിന്റെ ചില ഉദാഹരണങ്ങൾ. ചില സങ്കടം വരാൻ പോകുന്ന കാലത്ത് എന്റെ മക്കൾക്ക് എന്തെങ്കിലും നടക്കുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്തുകൊണ്ടുള്ള സങ്കടം. ഭാവി എന്തായിരിക്കും റബ്ബേ? എന്റെ മക്കൾ എങ്ങനെ ജീവിക്കും? എന്റെ കാലശേഷം ഞാനങ്ങ് മരിച്ചുപോയാൽ എന്റെ മക്കൾക്ക് ആരുണ്ട്? ആ രീതിയിൽ സങ്കടപ്പെടുന്നവർ. ചില ആളുകളുടെ സങ്കടം ദീനിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അവിടുത്തെ മുൻപല്ല് നഷ്ടപ്പെടുകയും അവിടുത്തെ മുഖത്ത് മുറിവേൽക്കുകയും ചെയ്തപ്പോ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങേക്ക് ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദിലെ ദിവസത്തെക്കാളും ഏറ്റവും പ്രയാസമുള്ള ഒരു ദിവസം അങ്ങേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉഹദിനെക്കാളും? ഉണ്ട് ആയിഷ, ഞാനന്ന് ഇബ്നു അബ്ദി യാലീൽ ഇബ്നു അബ്ദി കുലാൽ ആ കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ത്വായിഫ് എന്ന നഗരത്തിലേക്ക് ചെന്നപ്പോ അവരെന്നെ ആട്ടിയോടിച്ചതും എന്റെ കാലിൽ നിന്ന് ചോര പിടിച്ചതും എന്നെ ആർപ്പ് വിളിച്ച് ആട്ടിയോടിച്ചതും അല്ലാഹുവിന്റെ മാലാഖ വരികയും, നബിയെ, അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ബൈനൽ അഖ്ശബൈൻ, ത്വായിഫിലെ രണ്ട് മലകൾക്കിടയിൽ അവരെ ഞാനങ്ങ് ചതച്ച് നശിപ്പിച്ചു കളയാമെന്ന് ചോദിക്കുകയും ചെയ്ത നേരം ഞാൻ പറഞ്ഞു, വേണ്ട, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ സുലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു. അവരുടെ പിൻഗാമികളിൽ മക്കളിലോ മക്കളുടെ മക്കളിലോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ വരുന്നതാണല്ലോ അതിനേക്കാളും ഭേദം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവർക്ക് ശേഷം വന്നെങ്കിലോ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു,
എനിക്ക് വിഷമം നേരിട്ട മറ്റൊരു സംഭവം, മേറാജ് കഴിഞ്ഞു വന്നപ്പോ ആളുകൾ എന്നോട് ചോദിച്ചു, ഇസ്രാഇന്റെ മേറാജിന്റെ അനുഭവം പറഞ്ഞു കൊടുത്തപ്പോ, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടു. അവിടെ ഞാൻ ചെന്നിട്ടുണ്ട്. അവിടെ ഞാൻ അമ്പിയാക്കൾക്ക് ഇമാമായി 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അവരെന്നോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിന്റെ നിറമെന്താണ്? അതിന്റെ വാതിലിന്റെ നീളം എത്രയാണ്? എത്ര ജനലുകളുണ്ട്? എത്ര തൂണുകളുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് വിഷമമായി, എനിക്ക് അത്രക്കങ്ങ് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രായിൽ ഞാനത് കണ്ടിട്ടുമുണ്ട്. ആ സമയം ഫറഫഅഹു അല്ലാഹു ലീ അൻദുറു ഇലൈഹി, അവരെന്നോട് ചോദിക്കുമ്പോഴെല്ലാം എന്റെ കൺമുമ്പിൽ അല്ലാഹു മസ്ജിദുൽ അഖ്സായെ കൊണ്ടുവന്ന് നിർത്തിത്തന്നു. ഞാനങ്ങനെ നോക്കുന്നു, മറുപടി പറയുന്നു. ചോദിക്കുന്നതിനെല്ലാം കൃത്യമായ മറുപടി എനിക്ക് അന്നേരം കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ആദ്യം ഞാനൊന്ന് വിഷമിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട, ദഅവത്തുമായി ബന്ധപ്പെട്ട ഹബീബിന്റെ സങ്കടമാണ്. നിസ്കാരം നിർബന്ധമാവുകയും 5 നേരം അള്ളാഹുവിനെ വണങ്ങാനും ഇബാദത്ത് ചെയ്യാനും പള്ളികളിലേക്ക് ആളുകളെ വിളിക്കേണ്ട ഒരു സമയം വന്നപ്പോ സ്വഹാബികളോട് നബി തങ്ങൾ ചർച്ച നടത്തി. മഹാനായ അബി ഉമൈർ ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു ആ സംഭവം വിശദമായി പറയുന്നു. ചില ആളുകൾ തങ്ങളോട് പറഞ്ഞു, നബിയേ, നിസ്കാരത്തിന്റെ സമയമായാൽ നമുക്കൊരു കൊടി അങ്ങ് ഉയർത്തിവെക്കാം. ആ കൊടി കാണുന്നവരെല്ലാം നിസ്കാരത്തിന്റെ സമയമായെന്ന് മറ്റുള്ളവരോട് അറിയിച്ചു കൊടുക്കുകയും നിസ്കാര സമയത്ത് ഒരു കൊടിയങ്ങ് പൊക്കിവെച്ചാൽ പോരെ സമയമായി എന്നറിയിക്കാൻ. വാങ്ക് വിളി നടക്കുന്നതിന്റെ തൊട്ടുമുമ്പുള്ള ചർച്ചയാണിത്. തങ്ങൾക്കത് ഇഷ്ടമായില്ല. ചിലര് പറഞ്ഞു, നബിയെ, നമുക്ക് ചെണ്ട കൊട്ടാം, ശംഖ് വിളിക്കാം. അവിടുന്ന് പറഞ്ഞു, അതെല്ലാം അവിശ്വാസികൾ ചെയ്യുന്ന ആചാരങ്ങളല്ലേ. തങ്ങൾക്ക് ഇഷ്ടമായില്ല. അങ്ങനെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സങ്കടം കണ്ടുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ നിസ്കാരത്തിലേക്ക് അറിയിക്കേണ്ടത്. അന്ന് രാത്രി സ്വപ്നം കണ്ടു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മാലാഖ വന്ന് ചൊല്ലിക്കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ബാങ്കിന്റെ വചനങ്ങൾ. ഓടി വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വരുന്നുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ ഓരോരുത്തരും വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരാളെ ഇങ്ങനെ വിളിച്ചു പറയാൻ ഞങ്ങളോട് പറഞ്ഞു. ഓരോരുത്തരും കണ്ട സ്വപ്നം ഒരേപോലെ. അങ്ങനെയാണ് ആദ്യമായും വാങ്ക് വിളിക്കാൻ നബി തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കുന്നത്. അതിന്റെ മുമ്പ് നബി തങ്ങൾ വിഷമിച്ചിട്ടുണ്ടെന്നും എങ്ങനെ ജനങ്ങൾ അറിയിക്കുമെന്ന സങ്കടത്തിൽ ദിവസങ്ങളോളം ഹബീബായ നബി തങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇബാദത്തുമായി ബന്ധപ്പെട്ട സങ്കടം. നമ്മളൊരു കാര്യം പറയുമ്പോ ഒരാളത് നിഷേധിക്കുകയും സത്യം പറഞ്ഞ ആളെ സംബന്ധിച്ച് നുണയാണ് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു സങ്കടം മഹാനായ സ്വഹാബി സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹുവിനുണ്ടായ പോലെ. മദീനയിലെ കപട വിശ്വാസികളുടെ നേതാവ്, ദുഷ്ടനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, ആ മനുഷ്യനാണ് നബിയെ സംബന്ധിച്ച് പറഞ്ഞത്, ലഇർറജഅനാ ഇലൽ മദീന ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഞങ്ങളെങ്ങാനും മദീനയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായവൻ, ഏറ്റവും നിന്ദ്യനായ ഒരാളെ മദീനയിൽ നിന്ന് പുറത്താക്കുമെന്ന് നബിയെ ഉദ്ദേശിച്ചു പറയുന്നു. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ ഓടിച്ചെന്നത്, എന്റെ അല്ലാഹുവിന്റെ റസൂലിനെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ ഈ കപട വിശ്വാസിക്ക് പ്ലാൻ ഉണ്ടെന്നോ. നബിയോട് ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇങ്ങനെ പറയുന്നുണ്ട്, കപട വിശ്വാസികളുടെ നേതാവ് അങ്ങ് മദീനയിലേക്ക് വന്നാൽ ആ മദീനയിൽ നിന്ന് അങ്ങയെ തുരത്തി ഓടിക്കുമെന്നവന്റെ പ്ലാൻ ഉണ്ട് നബിയെ.
നബി തങ്ങൾ വിളിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ? അദ്ദേഹം ഫഹലഫ വജഹദ, അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല നബിയേ, ഞാനത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ചില ആളുകൾ, എന്റെ അമ്മാവൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, സയ്യിദ് ഇബ്നുൽ അർഖമേ, എന്തിനാ നബി തങ്ങളുടെ കോപം നിങ്ങൾ ഏറ്റുവാങ്ങിയത്? നിങ്ങൾ നബിയെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ നേതാവ് പറയാത്തത് നബി തങ്ങളോട് എന്തിനാ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞത്? അതുകൊണ്ട് നബി തങ്ങൾക്ക് സങ്കടമുണ്ടായില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിലുണ്ടായ സങ്കടം ആരോടാ ഞാൻ പറയുന്നത്? എന്റെ കാതുകൊണ്ട് കേട്ട സംഗതി സത്യമായിരിക്കെ ആ ദുഷ്ടൻ അള്ളാഹുവിന്റെ റസൂലിനോട് പോയി സത്യം ചെയ്തു പറഞ്ഞു, നബിയെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. സങ്കടത്തോടെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ മുഖം പോലും ഞാൻ നബിയോട് ഉയർത്തുകയില്ല. തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കാറില്ലായിരുന്നു സങ്കടം കൊണ്ട്. കാരണം സത്യം പറഞ്ഞ ഞാൻ നുണ പറഞ്ഞവനാണെന്ന് തങ്ങൾ വിശ്വസിക്കുമോ എന്ന വേദന എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്ര പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് എന്റെ ചെവിക്കുന്നിക്ക് പിടിക്കുകയും സ്നേഹത്തോടെ എന്റെ തോളിൽ തട്ടി ചിരിക്കുകയും തമാശ പറയുകയും ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, സയ്യിദ് ഇബ്നുൽ അർഖമേ, നബി തങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ നബി തങ്ങൾ എന്നെ നോക്കി ചിരിച്ചു, എന്റെ ചെവിക്ക് പിടിച്ചു. തമാശയിൽ നബി തങ്ങൾ എന്നെ ചെറുതായെന്ന് എന്റെ പുറത്തൊന്ന് കൊട്ടി. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു സന്തോഷത്തിന് പകരം ഈ ലോകത്ത് മരണമില്ലാതെ ജീവിക്കുന്നത് പോലും എനിക്ക് പകരം വെക്കാൻ കഴിയുമായിരുന്നില്ല. ആയിടക്ക് രണ്ടാമത് വന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നുൽ അർഖമേ, നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് വഹി വരുന്നത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇദാ ജാഅകൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളായ ആളുകൾ അങ്ങയോട് വന്ന് വല്ലതും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് നബിയെ, അവർ നുണ പറയുന്നവരാണ്. സയ്യിദ് ഇബ്നു അർഖം പറഞ്ഞത് സത്യമാണ് എന്ന വസ്തുത അല്ലാഹു ഹബീബിന് വഹി അറിയിച്ചു കൊടുത്തപ്പോഴാ എന്റെ സമാധാനം എനിക്ക് തിരിച്ചു കിട്ടിയത്. സങ്കടമായിരുന്നു, വിഷമമായിരുന്നു. കുടുംബങ്ങളിൽ എന്തെങ്കിലും ഇത്തരം വിഷമങ്ങൾ ഉണ്ടാകുമ്പോ സത്യം പറഞ്ഞ ആൾ പറഞ്ഞത് കള്ളമാണെന്നും നുണ പറഞ്ഞ ആൾ പറഞ്ഞത് സത്യമാണെന്നും വീട്ടുകാരും നാട്ടുകാരും വിശ്വസിക്കാൻ തുടങ്ങിയാൽ തോന്നുന്ന ഒരു തരം സങ്കടമുണ്ട്. വേറെ ഒന്നുണ്ട്, തെറ്റിദ്ധാരണകളാൽ ഉണ്ടാകുന്ന വിഷമം. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായ പോലെ മഹദി റളിയല്ലാഹു അൻഹ ദാത്തു മുറൈസി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോ മഹദി റളിയല്ലാഹു അൻഹ അവരെ സൈന്യം ഇറങ്ങിയെടുത്ത് വിശ്രമിക്കാനിരുന്നപ്പോ അള്ളാഹുവിന്റെ നബി തങ്ങൾ വേറെ ഒരു ഒട്ടകപ്പുറത്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ വേറെ ഒരു ഒട്ടകപ്പുറത്തും, രണ്ടുപേരും രണ്ടൊട്ടകപ്പുറങ്ങളിൽ. ആയിഷ ബീവിക്ക് ഇരിക്കാൻ ഒരു ഹൗദജുണ്ട്, ഒരു സാഡ്, അവിടെ ബഹുമാന മഹദി റളിയല്ലാഹു അൻഹു ഇരിക്കാനുള്ള ഒട്ടകത്തിന്മേൽ വെക്കുന്ന ഒരു സീറ്റുണ്ട്, ഒട്ടകക്കട്ടിലുണ്ട്. മഹദി റളിയല്ലാഹു അൻഹു അന്ന് വളരെ തടി കുറഞ്ഞവരായിരുന്നു, ഭാരമില്ലാത്തവരായിരുന്നു. അതിനകത്ത് ബീവി ഇരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആ കൂടാരം ഒട്ടകപ്പുറത്തേക്ക് എടുത്തു വെക്കുന്നവർക്ക് പോലും അറിയാൻ കഴിയുമായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 11ഓളം ആയത്തുകൾ ഇറങ്ങിയ സംഭവത്തിന്റെ സംക്ഷിപ്തമാണിത്. ബീവി റളിയല്ലാഹു അൻഹ വെളിയിലേക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോയി രാത്രി സമയം തിരിച്ചു വരുമ്പോൾ കഴുത്തിലെ മാല കാണാനില്ല. മാല തെരഞ്ഞുപോയി ആയിഷ റളിയല്ലാഹു അൻഹ. മാല തെരഞ്ഞു പിടിച്ച് വന്നപ്പോഴേക്കും കൂടെയുള്ള യാത്രാസംഘം സ്ഥലം വിട്ടിരിക്കുന്നു. ആയിഷ ബീവിയുടെ ഒട്ടകക്കെട്ടിൽ ഒട്ടകപ്പുറത്ത് വെക്കുകയും യാത്രയാവുകയും ചെയ്തു. അതിനകത്ത് ബീവി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ആയിഷ ബീവിയോട് സംസാരിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ അത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
അങ്ങനെ സങ്കടപ്പെട്ട മരുഭൂമിയിൽ ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഹിജാബ് ധരിച്ച് ആ മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് സൈന്യത്തിലെ എന്തെങ്കിലും വീണുപോയത് പെറുക്കിയെടുക്കാൻ നബി തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള മഹാനായ സഫ്വാൻ ഇബ്നുൽ മുഅത്തുൽ റളിയല്ലാഹു അൻഹു ആ വഴിക്ക് വരുന്നത്. ആയിഷ ബീവിയെ കണ്ടപാടെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ ഹിജാബ് ഇറങ്ങുന്നതിന്റെ മുമ്പ് കണ്ടു പരിചയമുണ്ട്. സുബഹിയുടെ നേരമായിട്ടുണ്ട്. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആ ഇന്നാ ലില്ലാഹി പറഞ്ഞപ്പോഴേക്കും ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ സഫ്വാൻ ഇബ്നു മുഅത്തുൽ റളിയല്ലാഹു അൻഹു ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണുയർത്തി നോക്കാറില്ലാതിരുന്ന, അത്രയും ചാരിത്രശുദ്ധിയുണ്ടായിരുന്ന, സൂക്ഷ്മതയുണ്ടായിരുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടായിരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ് വന്നിരിക്കുന്നത്. സൈന്യത്തിന്റെ പിറകിൽ വരുന്ന ഈ സ്വഹാബി ഒരു ഡ്യൂട്ടിയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വഹാബി പറഞ്ഞു, ആയിഷ ബീവി ഒന്നും പറയാതെ ഒട്ടകം താഴ്ത്തിക്കൊടുത്തു അതിന്റെ മീതെ കയറാൻ. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് കയറി. സഫ്വാൻ ഇബ്നു മുഅത്തുൽ തങ്ങൾ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മദീനയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഒരന്യ പുരുഷന്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ഭാര്യയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് മദീനയിൽ പറഞ്ഞു പരത്തി മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യമറിഞ്ഞില്ല. മുത്ത് നബിതങ്ങളുടെ ചെവിയിലും കാര്യമെത്തി. നബിതങ്ങളുടെ ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണമാണ് അവിടെ പറഞ്ഞു പരത്തിയത്. മഅദല്ലാഹ് ലൗലാ ഇദ സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും നല്ലതല്ലേ വിചാരിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാവതാണോ? നിബിതങ്ങൾ എന്ന ത്വയ്യിബായ സ്വാദിഖായ നിബിതങ്ങൾക്ക് ശുദ്ധയായവരല്ലാതെ അള്ളാഹു ഇണകളായി തെരഞ്ഞു കൊടുക്കുമോ? ഇത് ചിന്തിക്കേണ്ടതിന് പകരം ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് വ്യഭിചാര ആരോപണം നടക്കുകയുണ്ടായി. നിബിതങ്ങൾ വന്ന് ചോദിക്കുന്നു, കൈഫതീക്കും, എങ്ങനെയുണ്ട് ആയിഷ? സാധാരണ ഒരുപാട് വർത്തമാനം പറയുന്ന നബി കൈഫതീക്കും എന്ന ഒരൊറ്റ വാക്ക് മാത്രം എങ്ങനെയുണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്താ നബിതങ്ങൾ അവരോട് മിണ്ടാത്തത്? എന്താ നബിതങ്ങൾ സംസാരിക്കാത്തത്? അങ്ങനെയാണ് അന്നൊരിക്ക രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ എന്ന ഒരു സ്വഹാബിയത്തിന്റെ കൂടെ രാത്രി അന്ന് പനി ബാധിച്ചിരിക്കെ മഹദി റളിയല്ലാഹു അൻഹ വെളിയിൽ പോകുന്നു മലമൂത്ര വിസർജനത്തിന്. തിരിച്ചു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിടറുകയുണ്ടായി. വീഴാൻ പോയപ്പോ അറബികളുടെ സ്വതസിദ്ധമായ ശൈലി അനുസരിച്ച് മിസ്തഹ് എന്നവരുടെ ഉമ്മ പറഞ്ഞു, തഇസ മിസ്തഹൻ, തഇസ മിസ്തഹൻ, മിസ്തഹ് നശിക്കട്ടെ, മിസ്തഹ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. ആയിഷ ബീവി ചോദിച്ചു, ഞാൻ കാലിടറിയതിന് എന്തിനാണ് ബദരിയായ ഒരു സ്വഹാബിയെ അങ്ങ് ചീത്ത പറയുന്നത്? അത് നിങ്ങളുടെ മോനല്ലേ? മിസ്തഹ് എന്ന സ്വഹാബിക്ക് നാശം വരട്ടെ എന്ന് നിങ്ങൾ പറയുകയാണോ? അന്നേരം ഉമ്മ പറഞ്ഞു, ആയിഷ ബീവി, എന്താണ് മിസ്തഹും മിസ്തഹിന്റെ കൂടെയുള്ള ചില ആളുകളും അങ്ങയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങ് കേട്ടുവോ? ആയിഷ ബീവി ചോദിച്ചു, എന്താണത്? അപ്പോഴാ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം, വ്യഭിചാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത നബിതങ്ങളുടെ ഭാര്യമാരെ കുറിച്ചത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ പനി വീണ്ടും വർദ്ധിച്ചു. കാരണം അത്രമേൽ സങ്കടമുള്ള ഒരു വിഷയമാണത്. ആരോപണങ്ങൾ ഉണ്ടാകുമ്പോ, അലിഗേഷൻസ് ഉണ്ടാകുമ്പോ ചില ആളുകൾ പല വിഷയങ്ങളിലും രാഷ്ട്രീയമായും അല്ലാതെയും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കാലമാണിത്. ആരോപിക്കപ്പെടുന്നവർ നിരപരാധികളാണെന്ന് തെളിയുന്നവരെ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അൽഹമ്മു വൽ ഗമ്മ്, വല്ലാത്തൊരു പ്രയാസമാണത്. ആ പ്രയാസം അനുഭവിച്ചു ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോഴാ നിബിതങ്ങൾ കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയോട് ചോദിച്ചു, ആയിഷ ബീവി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നോട് സത്യം പറയണം.
അതേ നബിയെ, ഞാൻ സത്യം പറയാം. ആയിഷ, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? എന്താണത്? എന്താണതിന്റെ വസ്തുത? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു അനുഭവം ഓർക്കുകയാണ്. ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കും. ചെയ്തിട്ടില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ ഞാനത് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിനറിയാം നബിയെ, ഞാൻ നിരപരാധിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സ്വഹാബിമാരെ വിളിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനെയും ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും. അലിയെ, ഉസാമ, നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ എന്നോട് പറയാനുള്ളത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങയുടെ ഭാര്യയല്ലേ, അങ്ങയുടെ ഭാര്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ, ഒരാരോപണവുമില്ലാത്ത എത്രയോ പെണ്ണുങ്ങൾ വേറെയില്ലേ? ആയിഷ ബീവിക്ക് പകരം വേറെ ഒരു പെണ്ണ് കെട്ടിക്കൂടെ നബിയെ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നബിയോട്. ഉസാമ തങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങയുടെ കുടുംബത്തെ സംബന്ധിച്ച് നന്മയല്ലാതെ നല്ലതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, നന്മയല്ലാതെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ആയിഷ ബീവിയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ബരീറ ബീവിയോടൊന്ന് ചോദിച്ചു നോക്കാം, അവർക്കറിയുമല്ലോ വീടിനുള്ളിലെ അവസ്ഥകൾ. ബരീറ ബീവിയോട് നബി ഞങ്ങൾ ചെന്ന് ചോദിക്കുന്നു, ബരീറ, എന്താണ് ആയിഷ ബീവിയെ കുറിച്ച് അങ്ങേക്ക് തോന്നുന്നത്? അവര് പറഞ്ഞു, നബിയെ, അങ്ങയുടെ കുടുംബമാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തെരഞ്ഞെടുത്ത ഭാര്യയാണ്, അവരിൽ നിന്ന് നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീവിയുടെ ഒരു ചെറിയ കുഴപ്പമല്ലതുമുണ്ടെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, രാവിലെ മാവ് കുഴച്ചു വെച്ച് റൊട്ടി ഉണ്ടാക്കാൻ മാവ് റെഡിയാക്കി വെച്ച് അത് അപ്പമായി ചുട്ടെടുക്കുന്നതിന്റെ ഇടയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങിപ്പോവാറുണ്ട്. അത് ഉറങ്ങുമ്പോൾ ആടുകൾ വന്ന് ആ മാവ് തിന്നു പോവാറുണ്ട്. അത്രക്ക് അശ്രദ്ധയായൊരു സാധാരണ പെൺകുട്ടി എന്നല്ലാതെ യാതൊരു കുഴപ്പവും ആയിഷ ബീവിയിൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് നബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവര് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. ആയിഷ ബീവി പറയാ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. എന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്റെ വിഷമത്തിന് അങ്ങ് മറുപടി പറയുമോ നബിയോട്? ഉപ്പയോട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഉപ്പ, എനിക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി പറയണം. ഉമ്മ പറഞ്ഞു, മോളെ ഞാനില്ല. ഉപ്പ പറഞ്ഞു, മോളെ ഞാനില്ല. ആയിടക്കാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്ക് ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. തീർച്ചയായും ഈ സംഭവിച്ചത് ഷർറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിൽ നന്മയുണ്ട്. നിങ്ങളിൽ ചില ആളുകളാണ് ഇതെല്ലാം പറഞ്ഞു പരത്തിയത്. ആരൊക്കെയാണോ സത്യവിശ്വാസിനികളെ കുറിച്ച് തിന്മകൾ പറയാനും പറയിപ്പിക്കാനും ഇഷ്ടപ്പെട്ടത്, അവർക്ക് ഈ ലോകത്തും പരലോകത്തും ശിക്ഷയുണ്ട് തുടങ്ങി കഠിനമായ ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം പറഞ്ഞ് അള്ളാഹു ഇറക്കുന്നതുവരെ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമാധാനമായില്ല. ഉമ്മയും ഉപ്പയും പറഞ്ഞു, മോളെ, അള്ളാഹു നിങ്ങളെ നിരപരാധിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് നന്ദി പറയണം, നബിയോട് നന്ദി പറയൻ. ആയിഷ ബീവി പറഞ്ഞു, ഉമ്മ, എന്റെ ഉപ്പ, അള്ളാഹു അല്ലേ എന്റെ നിരപരാധിത്വം തെളിയിച്ചത്, ഞാൻ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നന്ദി പറയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളാൽ ഒരു ആരോപണം സംഭവിക്കുമ്പോൾ അനുഭവിക്കുന്ന മനോവിഷമത്തിന്റെ ഒരു ചിത്രം ഇതിന്റെ അകത്തുണ്ട്. മറ്റൊന്ന്, മക്കളെ സംബന്ധിച്ച് ചില ആളുകൾക്ക് തോന്നുന്ന ആശങ്കകളാണ്. എന്റെ കാലശേഷം എന്റെ ഭാര്യ, എന്റെ മക്കൾ എന്തായി തീരുമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, മുത്ത് നിബിതങ്ങൾക്ക് ഞങ്ങൾ ഭാര്യമാരെ സംബന്ധിച്ച് നിബിതങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു.
കാന യഖൂൽ മുത്തുനബി തങ്ങൾ പറയുമായിരുന്നു ഇന്ന അംറകുന്ന മിമ്മാ യഹിമ്മുനി ബഅദി വലൻ യസ്ബിർ അലൈകുന്ന ഇല്ല സ്വാബിറൂൻ. ആയിഷ ബീവി, നിങ്ങളടക്കമുള്ള എന്റെ ഭാര്യമാരായ ആയിഷ ബീവി, നിങ്ങളുടെ കൂടെയുള്ള സഹോദരിമാർ, എന്റെ കാലശേഷം നിങ്ങളൊക്കെ എന്താവും, ആരായിരിക്കും നിങ്ങൾക്ക് തുണക്കുണ്ടാവുക എന്ന് എനിക്ക് വിഷമമുണ്ട് ആയിഷ എന്ന് നബി തങ്ങൾ പറയുമായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ബീവി പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മോനോട്, മോനെ, നിന്റെ വാപ്പയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു സ്വർഗ്ഗത്തിലെ മനോഹരമായ അരുവിയുണ്ടല്ലോ സൽസബീൽ, ആ സൽസബീൽ എന്ന അരുവിയിൽ നിന്ന് നിങ്ങളുടെ ഉപ്പാക്ക് കുടിക്കാനുള്ള ഭാഗ്യം തരട്ടെ. നിങ്ങളുടെ ഉപ്പയാണ് ഞങ്ങൾ നബിയുടെ ഭാര്യമാർക്ക് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം, ഞങ്ങൾക്ക് ആവശ്യമായതിന് പണം നൽകിയിരുന്നത് നിന്റെ ഉപ്പയായിരുന്നു. ഞങ്ങൾക്ക് നൽകിയ പണം, അതിന്റെ വില ഞങ്ങൾ നോക്കുമ്പോൾ 40,000 നിന്റെ വാപ്പ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. നിന്റെ ഉപ്പാക്ക് സൽസബീലിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആ സ്വഹാബിയുടെ മോനോട് പറയുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ട്? ഞങ്ങളുടെ ഭർത്താവും അല്ലാഹുവിന്റെ റസൂലുമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് പരിഭ്രമമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു അത് സാധ്യമാക്കി തന്നു. ഇനിയുണ്ടാകുന്ന മറ്റൊന്ന്, ഇതിന്റെ പരിഹാരങ്ങളാണ് നമ്മൾ വഴിയെ പറയാൻ പോകുന്നത്. ഈ തരത്തിലുള്ള ഓരോന്നിനും എന്താണ് പരിഹാരമെന്ന് ശറഅ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത വിഷയം കടങ്ങളെ ചൊല്ലിയുള്ള വിഷമമാണ്, കടബാധ്യതകളെ ചൊല്ലിയുള്ള വിഷമമാണ്. അള്ളാഹു നമ്മുടെ കടബാധ്യതകൾ മരണത്തിന് മുമ്പേ വീടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. കടം തന്ന് സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. മഹാനായ സ്വഹാബി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം അവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ വിവരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജമൽ യുദ്ധം നടക്കുമ്പോ എന്റെ വാപ്പ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, മോനെ, ലാ യുഖ്തലുൽ യൗമ ഇല്ലാ ളാലിമുൻ ഔ മദ്ലൂം. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ഒന്നുകിൽ അക്രമിയാണ്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ആളാണ്. ഞാൻ ആക്രമിക്കപ്പെടുന്ന ആളാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെട്ടവനായിട്ടാണ് മരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മോനെ, വാപ്പാക്ക് ഒരുപാട് കടമുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഉടനെ എന്റെ എല്ലാ സമ്പത്തും എടുത്ത് വിൽക്കുകയും എന്റെ കടമാണ് മോന് ആദ്യമായി വീട്ടേണ്ടതെന്ന് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു മോനോട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരോട് വസിയത്ത് ചെയ്യുകയാണ്. യുദ്ധം നടക്കാൻ പോകുമ്പോ നമ്മൾ കടങ്ങളൊക്കെ ആളുകൾ അറിയിക്കേണ്ടത് ബാധ്യതയാണ്. ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കുകയോ വസിയത്ത് എഴുതി വെക്കുകയോ ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത് ആർക്കാണെന്നറിയില്ല. കടബാധ്യതകൾ ഉണ്ടായാൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും നിബിധങ്ങൾ വിസമ്മതിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വാപ്പ ഒരു യുദ്ധസമയത്ത് വിളിച്ചു പറയാൻ മോനോട്, മോനെ, ഇതാ എന്റെ കടം മോൻ വീട്ടണം കേട്ടോ, ഇത്ര എന്റെ കടബാധ്യതയുണ്ട്, മോനത് വീട്ടണം. അതിന്റെ മൂന്നിലൊന്ന് എന്റെ മക്കളായി നിങ്ങൾക്കുള്ളതാണ്, ബാക്കി എന്റെ കടം നിങ്ങൾ വീട്ടണം. എന്തെങ്കിലും അതിൽ ബാക്കിയുണ്ടെങ്കിൽ മോനെ, നിന്റെ മോനെ അത് കൊടുക്കാം, പക്ഷേ എന്റെ കടമാണ് ആദ്യം വീട്ടേണ്ടത്. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സംഭവം വളരെ ദീർഘമാണ്. അതിലവർ പറഞ്ഞു, എന്റെ കടം ഒരുപാടുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എന്റെ മൗലയായ, എന്റെ ഉടമസ്ഥനായവനോട് നീ സഹായം ചോദിക്കണം. മോൻ ചോദിച്ചു, വാപ്പാ, ആരെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്നത്? ആരാ നിങ്ങളുടെ ഉടമസ്ഥൻ? പറഞ്ഞു, മൗലായ റബ്ബി, എന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. എന്റെ റബ്ബിനോട് പറയാ, യാ മൗല സുബൈർ, സുബൈർ എന്നവരുടെ മൗലയായവനെ, ഇഖ്ദി അൻഹു ദൈനഹ്,
അവരുടെ കടം നീ വീട്ടണമേ എന്ന് എന്റെ റബ്ബിനോട് മോൻ പറഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരും. മോൻ അനുഭവം പറയാണ്. വാപ്പ ഷഹീദായതിന്റെ ശേഷം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മോൻ വാപ്പാക്ക് എത്രയാണ് കടമെന്ന് നോക്കുമ്പോൾ 20 ലക്ഷം, 2 ലക്ഷം, 22 ലക്ഷം ദിർഹം കടമുണ്ടായിരുന്നു. 22 ലക്ഷം ദിർഹം അന്ന് കടം. ആർക്ക്? സുബൈർ റളിയല്ലാഹു അൻഹു. എല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചതായിരുന്നു. 22 ലക്ഷം. എല്ലാവരും കേൾക്കുന്നവരൊക്കെ പറയാൻ തുടങ്ങി, 22 ലക്ഷം കടക്ക് എവിടെ നിന്ന് വിടാനാണ്? എങ്ങനെ ജോലി ചെയ്തിട്ട് വിടാനാണ്? നമ്മൾ പറയില്ലേ, ചിലതൊക്കെ ഗൾഫ് പോയാൽ മതി. എന്ത് ഗൾഫ് പോയിട്ട് എന്താ? ജോലി വേണ്ടേ? അധ്വാനിക്കണ്ടേ? എവിടെ നിന്ന് വിടാനാണ്? എന്താണ് ഇതുകൊണ്ട് ചെയ്യുക എന്ന് എല്ലാവരും പരിഭ്രമിച്ചിരിക്കെ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ഒരൽപ്പം ഭൂമിയുണ്ടായിരുന്നു. ഒരൽപ്പം ഭൂമി. മോൻ പറയുന്നു, എന്റെ വാപ്പയുടെ കടം വീടാൻ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, റബ്ബേ, എന്റെ വാപ്പ സുബൈർ എന്നവർക്ക് ഒരൽപ്പം ഭൂമിയാണ് മദീനയിലുള്ളത്. അള്ളാഹുവേ, ഇതുകൊണ്ടൊന്നും കടം വീടുകയില്ലല്ലോ, എന്നെ സഹായിക്കണേ. യാ മൗല സുബൈർ ഇഖ്ളി അൻഹു ദൈന. എപ്പോഴും അങ്ങനെ ദ്വാരക്ക. സുബൈർ എന്നവരുടെ മൗലയായവനെ, അള്ളാഹുവേ, സുബൈർ എന്നവരുടെ കടം നീ വീട്ടിക്കൊടുക്കണേ. 22 ലക്ഷമാണ് കടം. 22 ലക്ഷം. നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ, ഇന്ന് തന്നെ വലിയ സംഖ്യയാണ്. അന്ന് എത്രയായിരിക്കും അത്? വലിയ സംഖ്യയാണ്. മോൻ പറയുന്നു, അള്ളാഹുവിനോട് ഞാനങ്ങനെ ദുആ ചെയ്തത് കൊണ്ടായിരിക്കണം ആ ഭൂമി ഓരോരുത്തരായി വലിയ വലിയ വിലക്ക് വാങ്ങിച്ചു പോയി. അത് മാത്രമല്ല, വാപ്പയുടെ 22 ലക്ഷം കടം വീട്ടിയതിന്റെ ശേഷം കുറച്ച് സംഖ്യയും ഒരൽപ്പം ഭൂമിയും ബാക്കിയാവുകയും ചെയ്തു. മദീനക്കാർ മൂക്കത്ത് വിരൽ വെച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 22 ലക്ഷം എങ്ങനെയാ ഒരു ഭൂമിക്കവിടെ വില കിട്ടിയത്? മോൻ പറയാണ്, കുറച്ച് പൈസ ബാക്കിയായപ്പോ മക്കൾ ഓടി വരാൻ തുടങ്ങി. ചില മക്കൾക്ക് 9 ആൺമക്കളും 9 പെൺമക്കളും ഉള്ളവരുണ്ട്. 18 മക്കളുള്ളവരുണ്ട്. വേറെയും മക്കളുണ്ട്. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, വാപ്പയുടെ സ്വത്തിൽ നിന്ന് ബാക്കി വാപ്പ വസിയത്ത് ചെയ്ത 1/3 ഞങ്ങൾക്ക് തരണേ. മകനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ പറഞ്ഞു, തരാനായില്ല. 4 വർഷം ഹജ്ജ് നടക്കുന്ന സമയം മൗസിമുൽ ഹജ്ജിൽ മക്കയിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്യും, എന്റെ വാപ്പ സുബൈർ എന്നവർ വഫാത്തായി. വാപ്പയോട് ആർക്കെങ്കിലും കടബാധ്യതയുണ്ടോ? 4 കൊല്ലം ഹജ്ജിന് ഞാൻ വിളിച്ചു പറയും. 4 കൊല്ലം കഴിഞ്ഞിട്ടും അവകാശികളാരും വന്നിട്ടില്ലെങ്കിൽ എങ്കിലേ നിങ്ങൾക്ക് ആ സംഖ്യയിൽ നിന്ന് അനന്തരമെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയും 4 ഭാര്യമാരുണ്ടായിരുന്ന സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യമാർക്ക് ബാക്കി വന്ന സ്വത്ത് അവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോ 12 ലക്ഷം അവിടെ ബാക്കിയുണ്ടായിരുന്നു. 12 ലക്ഷം ബാക്കി. ആ 12 ലക്ഷമാണ് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യമാർക്ക് വേണ്ടി വിധിച്ചു കൊടുത്തതെന്ന് ഇമാമുന ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കടം കൊണ്ടുള്ള പരിഭ്രമം വലുതാണ്. ചില സങ്കടം കടം കൊണ്ടുണ്ടാകുന്ന വിഷമമാണ്. ചില സങ്കടങ്ങൾ സ്വപ്നം കാണുമ്പോഴുള്ള വിഷമമാണ്. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ, നബി തങ്ങൾക്ക് അങ്ങനെ സ്വപ്നമുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടായിട്ടുണ്ട്. ചില സ്വപ്നം കാണുമ്പോ, റബ്ബേ, ഞാനൊരു സ്വപ്നം കണ്ടല്ലോ, എന്തായിരിക്കും അതിനർത്ഥം? സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ടെന്നാണ് ശറഅ പറയുന്നത്. ആ കാര്യം കൂടെ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അൽഹംദുലില്ലാഹ്. നല്ല മൈക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് ശബ്ദമില്ല തീരെ. 5-6 ദിവസമായി ഇപ്പൊ തുടർച്ചയായിട്ട് വേദായിട്ട്. ഇനിയിപ്പോ നാളെയും മറ്റന്നാളും കൂടെ കഴിയണതാ ഈ തുടർച്ചയായിട്ടുള്ളത് തീരണമെങ്കിൽ. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. വലിയൊരു ആവേശത്തിലൊന്നും ഒച്ച വെച്ച് പറയാനൊന്നുമില്ല, ആഫിയത്തില്ല. അതുകൊണ്ട് കുറച്ച് ദുആകളും കുറെ കാര്യങ്ങളൊക്കെയാണ് വഴിയെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിച്ചു.
പോവാ. ഇനി പിന്നീട് എപ്പോഴെങ്കിലൊക്കെ അബ്ദുല്ലാജി പോയോ? ഇവിടെ ഉണ്ടല്ലോ, പോയല്ലേ? കാരണം അബ്ദുല്ലാജിക്ക് അറിയാം, ഇതൊരു 1.5 കൊല്ലം മുമ്പ് വന്നില്ലേ, കേവലം ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ഡേറ്റ് ബഹുമാനപ്പെട്ടവർ കൊടുത്തിട്ട്. അപ്പൊ അത്രയും ഒരാഗ്രഹത്തിൽ വളരെ കാലം മുമ്പ് കൊടുത്തൊരു ഡേറ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് ശബ്ദമില്ലാണ്ടായി പോയോ എന്നുള്ളൊരു വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയാം. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഒന്നുകൂടെ ഒരു ഡേറ്റൊക്കെ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരണ്ട് എന്ന് പറയാണ്. കാരണം എനിക്കും വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഏതായിരുന്നാലും അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ നിങ്ങളത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കണ്ട ഒരു സ്വപ്നമുണ്ട്. ബൈന അന നായിമുൻ ഉതീതു ബിഖസാഇനിൽ അർള്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭൂമിയുടെ എല്ലാ നിധികളും എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു ഒരാൾ. എല്ലാം ഭൂമിയുടെ സർവ്വനിധികളും എന്റെ കയ്യിൽ, എന്റെ കൈകളിൽ സിവാറാനി മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വലിയ 2 വളകൾ എന്റെ കൈകളിൽ കൊണ്ടുവന്നു ഒരാൾ, വലിയ വളകൾ. ഫകബറ അലയ്യ, സ്വർണത്തിന്റെ വളകൾ എന്റെ കൈകളിൽ വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി. അല്ലാഹുവേ, എന്റെ കൈകളിൽ സ്വർണവളയോ? സ്വപ്നം കാണാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം അല്ലാഹു എന്നോട് പറഞ്ഞു അനിംഫുഹുമാ, ആ 2 വളകളിലേക്കും ഒന്ന് ഊതാൻ. ഞാൻ ഊതുകയും ചെയ്തു. അപ്പോഴാണ് അത് രണ്ടും അങ്ങ് കൺമറഞ്ഞു പോയത്, ഇല്ലാതെയായത്. ആ സ്വപ്നത്തിന് നബി തങ്ങൾ വ്യാഖ്യാനിച്ചത്, എന്റെ കാലത്ത് തന്നെ, എന്റെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ അള്ളാഹുവിന്റെ സത്യസന്ധരായ നബിയായിരിക്കെ, അന്ത്യപ്രവാചകരായിരിക്കെ, എന്നെ പോലെ പ്രവാചകനാണ് എന്ന് കള്ളമായി വാദിച്ചുകൊണ്ട് 2 ആളുകൾ വരുന്നതിലേക്കാണ് അതിന്റെ സൂചന. ഒന്ന്, യമനിന്റെ സൊൻആയിൽ നിന്ന് വരുന്നൊരു കള്ളപ്രവാചകൻ, മറ്റൊന്ന് യമാമയിൽ നിന്ന് വരുന്നൊരു കള്ളപ്രവാചകൻ. സുജാഇനെയും അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബിനെയും സൂചിപ്പിക്കുന്ന 2 സ്വപ്നമാണ്, 2 വളകളായിട്ടാണ് നബി തങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടത്. അതിനെ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. വേറെ ഒരു സ്വപ്നം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. മദീന പള്ളിയിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ നബിയുടെ സ്വഹാബിമാർ ഓരോരുത്തരും നബിയോട് വന്ന് പറയും, നബിയെ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു, നബിയെ, ഞാനൊരു സ്വപ്നം കണ്ടു. കണ്ടവരെല്ലാം സ്വപ്നം നബിയോട് പറയുമ്പോ നബി തങ്ങൾ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർക്ക് സ്വപ്നം കണ്ടിട്ടില്ല, കുറെ കാലമായി സ്വപ്നം കണ്ടിട്ട്. അങ്ങനെ അന്ന് മദീനത്തെ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ ഒരു ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ഇന്നൊരു സ്വപ്നം എനിക്ക് കാണിച്ചുതാ. എന്നിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ അല്ലാഹുവേ, ഇന്ന് എനിക്കൊരു സ്വപ്നം കാണിച്ചു തരണം. ആ രാത്രിയിൽ വളരെ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അവർ പറയുന്നു, ഖാമത്തിൽ ഖിയാമ, അന്ത്യനാള് സംഭവിച്ച പോലെ അള്ളാഹുവിന്റെ മലക്കുകളിൽ 2 പേർ എന്നെ കൈപിടിച്ച് ഖിയാമത്തിന്റെ മുറ്റത്തുകൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഞാനങ്ങനെ നടന്ന് വലിയ ഒരു കിണർ, മുഗത്വാ, അത് മൂടിവെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിറയെ തീയാണ്. തീയിന്റെ ഒരു കിണർ എന്നെ കാണിക്കപ്പെട്ടു. ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ അതിലുണ്ട് ഫറഅയ്തു ഫീഹാ ഉനാസൻ ഖദ് അറഫ്തുഹും, ഞാൻ അറിയുന്ന കുറെ മക്കക്കാരായ ഖുറൈശികൾ ആ നരകത്തിലുണ്ട്, തീയിലുണ്ട്, ആർത്ത് വിളിക്കുന്നത് ഞാൻ കണ്ടു. ആ കിണറ്റിലേക്ക് ഞാൻ എത്തി നോക്കുകയും ചെയ്തു. ഞാൻ പേടിച്ചു പറഞ്ഞു, അഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ പറയുകയും ചെയ്തു. എനിക്ക് നരകം കാണിക്കപ്പെട്ടു. അന്നേരത്ത് 3ാമതൊരു മലക്ക് അവിടെ വരികയും എന്നോട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് പറഞ്ഞപ്പോഴേക്കും എന്റെ സ്വപ്നത്തിൽ നിന്ന് ഞാൻ അങ്ങ് ഞെട്ടിയുണർന്നു. എന്റെ പെങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. ഞാൻ ഈ നരകം കണ്ടതും പരലോകത്തെന്നെ കൊണ്ടുപോയതും ആ സ്വപ്നം കണ്ടതിൽ വിഷമത്തിലായിരുന്നു. എന്റെ പെങ്ങളോട്
നബി തങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബിൻത് ഉമർ, ഉമർ എന്നവരുടെ മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ഞാൻ പറഞ്ഞു, ഹഫ്സ, ഞാനൊരു സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ഹഫ്സ ബീവി പറഞ്ഞു, ഖൈറൻ, നല്ലതാണത്, കുഴപ്പമൊന്നുമില്ല അതിൽ. ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമോ, നബി തങ്ങളോട് ചോദിക്കുമോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണതിന്റെ വ്യാഖ്യാനമെന്ന്? നബി തങ്ങളോട് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ കഥയങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ നബി തങ്ങൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിഅമർ റജുൽ ലൗ കാന യുസല്ലി ബില്ലൈൽ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എത്രയോ നല്ല ചെറുപ്പക്കാരനാണ്. ലൗ കാന യുസല്ലി ബില്ലൈൽ, രാത്രിയിലെ നിസ്കാരം നിലനിർത്തുമായിരുന്നെങ്കിൽ, രാത്രിയിൽ 2 റക്അത്തെങ്കിലും സുബഹിക്ക് മുമ്പ് നിസ്കരിക്കാൻ ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ വളരെ നല്ല ആളാണ്, വളരെ നല്ലവനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞപ്പോ മഹാനായ സ്വഹാബി എന്ന ചെറുപ്പക്കാരനാണ്. അവര് പറയുന്നു, ആ സംഭവം മുതൽ എന്റെ ജീവിതത്തിൽ രാത്രി സുബഹിക്ക് മുമ്പായി 2 റക്അത്തെങ്കിലും സുന്നത്തായി തഹജ്ജുദായി ഖിയാമുൽ ലൈൽ ഞാൻ നിസ്കരിക്കാത്ത ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ സ്വപ്നത്തിൽ ഇങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ പരിഹാരം ശറഅ് പറഞ്ഞു തന്നിട്ടുണ്ട്. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുകയും ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം ഉമിനീരില്ലാതെ തുപ്പുകയും ചെയ്യുക എന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏത് ഭാഗത്തേക്കാണോ ചെരിഞ്ഞു കടന്നിരുന്നത് ആ ഭാഗമല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നതാ, ഒന്ന് ഇടത്തോട്ട് കിടക്കുക, ഇടത്തോട്ടായിരുന്നു വലത്തോട്ട് ചെരിഞ്ഞു കിടക്കുക. നബി തങ്ങൾ പിന്നെയും പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് വുളു എടുത്ത് നിസ്കരിക്കുക. നിങ്ങൾ ആരോടും പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടത് ആരോടും പറയാതിരുന്നാൽ തീർച്ചയായും അതിന് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതെല്ലാം ജീവിതത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പലതരത്തിലുള്ള ടെൻഷനുകളാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. രോഗത്തെ ചൊല്ലി, കടത്തെ ചൊല്ലി, അഭിമാനത്തെ ചൊല്ലി, കുടുംബത്തെ ചൊല്ലി, ഭാവിയിലെ മക്കൾ എന്താവും എന്നതിന് ചൊല്ലി, അസുഖമുണ്ടാകുമ്പോ ദഅവത്തുമായി ഇടപെടുമ്പോൾ ആലിമീങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ കൽബുകളിലേക്ക് വരും. ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഒരു ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് വ്യാമോഹിക്കരുത്. ദാറ്റ്സ് ഇംപോസിബിൾ. കാരണം ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, ഇത് സ്വർഗമല്ല. ഇവിടെ പരീക്ഷണങ്ങൾ വരും. ലനബ്ലുവന്നക്കും, അള്ളാഹ് പറഞ്ഞു, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. പക്ഷേ ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇനി പറയാൻ പോകുന്നത് പരിഹാര മാർഗങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള അഖീദയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എത്ര രൂഢമൂലമായി വിശ്വസിക്കുന്നുവോ ആ ഈമാനിന്റെ കരുത്തുണ്ടെങ്കിൽ മല പോലെ പ്രശ്നങ്ങൾ വന്നാലും മഞ്ഞുപോലെ ഇല്ലാതെയാവുന്നു. ഈമാനുള്ളവർക്ക് ഇത് എളുപ്പമാണ്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാൻ എല്ലാം സസൂക്ഷ്മം അറിയുന്ന അള്ളാഹുവിന് സാധിക്കില്ലയോ നമുക്ക് പരിഹാരം പറഞ്ഞു തരാൻ? അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിന് അറിയില്ലയോ എന്താണ് നമുക്ക് ഖൈർ എന്ന് പറഞ്ഞു തരാൻ? അള്ളാഹ്ക്കല്ലാതെ ആർക്കാണ് കഴിയുക? വഹുവൽ ലതീഫുൽ ഖബീർ, എല്ലാം അറിവുള്ളവനും സസൂക്ഷ്മം വീക്ഷിക്കുന്നവനുമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും ആരെങ്കിലും സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ, വഹുവ മുഅ്മിനുൻ, ഈമാനുണ്ടായിരിക്കെ, അതാണ് വിഷയം. നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെയാണ്?
ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നതെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, എത്രയോ നല്ല സമാധാനമുള്ള ജീവിതം അല്ലാഹു നമുക്ക് തരും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം എത്രയും നല്ല പ്രതിഫലം അല്ലാഹു പകരം നൽകുകയും ചെയ്യും. ഈമാൻ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ അതാണ് എല്ലാ ടെൻഷനും എല്ലാം അകറ്റാനുള്ള ആദ്യത്തെ ആയുധം. നമ്മൾ അല്ലാഹുവിൽ കൊടുക്കുന്ന ഈമാനാണ്, വിശ്വാസമാണ്. റബ്ബേ, നീ തരുന്ന ലോകമാണിത്, നീ വിധിക്കുന്ന ലോകമാണിത്. വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തഖ്ദീറു, നമ്മുടെ പ്ലാനുകൾക്കപ്പുറം അല്ലാഹുവിന്റെ വിധി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് പ്രശ്നമില്ല. രണ്ടാമത്, മുഅ്മിനായൊരു മനുഷ്യന് എന്തെങ്കിലും ഒരു സങ്കടമോ ഒരു വിഷമമോ വരുമ്പോഴേക്കും അതുകൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ? ഒരു സങ്കടത്തിന് പോലും പാപം പൊറുക്കപ്പെടുമെന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, മാ യുസീബുൽ മുഅ്മിന മാ യുസീബുൽ മുസ്ലിമ من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم حتى الشوكة يشاكها إلا كفر الله بها من خطايا. മുസ്ലിമായൊരു മനുഷ്യന് എന്തെങ്കിലും ഒരു സങ്കടമോ ഒരു വിഷമമോ ഒരു ക്ഷീണമോ ആശങ്കയോ വ്യാകുലതയോ സങ്കടമോ വന്നാൽ, അത് മാത്രമല്ല ഒരു മുള്ളുപോലും, കാലിൽ തറക്കുന്ന മുള്ളുപോലും അല്ലാഹുവിന് വേണ്ടി സഹിച്ചാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന മിനദ്ദുനൂബി ദംബൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൽ, മക്കളെ ചൊല്ലിയുള്ള വിഷമം കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത എത്രയോ പാപങ്ങളുണ്ടത്രേ. ചില പാപങ്ങൾ, ആ പാപങ്ങൾക്കുള്ള പരിഹാരം മക്കളെ ഓർത്ത് രക്ഷിതാക്കൾക്ക് തോന്നുന്ന വിഷമങ്ങളാണ്. ആ വിഷമങ്ങൾ കൊണ്ട് ആ രക്ഷിതാക്കൾ ചെയ്ത ചില തെറ്റുകൾ പൊറുക്കപ്പെടുന്നുള്ളൂ. ഇന്ന മിനദ്ദുനൂബി ദംബൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ പറയില്ലേ, എന്റെ മക്കൾ എന്തായി പോകും റബ്ബേ, എന്റെ മക്കൾ ദുഷിച്ചു പോകുമോ? മക്കൾ വഴിതെറ്റി നടക്കുമ്പോൾ, അവര് മയക്കുമരുന്നിന് അടിമകളാകുമ്പോ, തോന്നിവാസങ്ങൾക്ക് അടിമകളായി മാറുമ്പോ ഒരു ഉമ്മാക്ക് വാപ്പാക്ക് തോന്നുന്ന സങ്കടം, ആ സങ്കടം കാരണം ആ ഉമ്മയുടെയും വാപ്പയുടെയും ഒരുപാട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്, മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയലാണ്. ഈ ലോകം ഇങ്ങനെയാണ്. നബി തങ്ങളുടെ മുമ്പിലൂടെ ഒരു ജനാസ കൊണ്ടുപോകുന്ന അനുഭവം മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഒരു ജനാസ കടന്നു പോകുന്നു. മുറ അലൈഹി ബിജനാസത്തിൻ, ഒരു ജനാസ കടന്നു പോയപ്പോ നബി തങ്ങൾ പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹും മിൻഹു. മുസ്തരീഹുൻ, ആ ജനാസ വിശ്രമിക്കുന്നവനാണ്. മുസ്തറാഹും മിൻഹു, ആ ജനാസയിൽ നിന്ന് മറ്റുള്ളവർ ആശ്വാസത്തിലുമാണ്. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ മുസ്തരീഹു വൽ മുസ്തറാഹു മിൻഹു, എന്താ നബിയെ ആ മയ്യിത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? അൽ മുസ്തരീഹ്, വിശ്രമിക്കുന്നവൻ. അൽ മുസ്തറാഹ് വ മുസ്തറാഹും മിൻഹു, മറ്റുള്ള ആളുകൾ അയാളിൽ നിന്ന് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നബിയെ? തങ്ങൾ പറഞ്ഞു, ഖാല അൽ അബ്ദുൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ, യസ്തരീഹു മിൻ നസബിദ് ദുനിയാ, ഈ ലോകത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് വിശ്രമിക്കുന്നത് മരണത്തിലൂടെയാണ്. അതുകൊണ്ട് ഉലമാ പറയാ, നമ്മൾ അധ്വാനിക്കുന്ന മരണം വരെ, വിശ്രമം ഖബറിലാവട്ടെ, വിശ്രമം മരിച്ചു ചെന്നിട്ടാവട്ടെ, മരണം വരെ അധ്വാനം, മരണം വരെ പരിശ്രമം. മുസ്തരീഹുൻ,
മുഅ്മിനായ മനുഷ്യൻ വിശ്രമിക്കുന്നവനാണ്. മിന്നസ്വബിദ്ദുന്യാ, ഈ ലോകത്തിന്റെ ക്ഷീണങ്ങളിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ ആശ്വാസമുണ്ട് മുഅ്മിനിന്. അല്ലാഹു നമുക്ക് മരണത്തിന് ശേഷം ആശ്വാസം തരട്ടെ, മരണത്തിന് മുമ്പും അല്ലാഹു ആശ്വാസം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅദാഹാ, ഈ ലോകത്ത് ഒരുപാട് ആളുകൾ കുത്തുവാക്ക് പറയുമ്പോ, വിഷമങ്ങൾ ഉണ്ടാക്കുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോ, ഇലാ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കരുണയിലേക്ക് ചെല്ലാനുള്ള ഭാഗ്യമല്ലേ മരണത്തിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മരിച്ചു പോകുന്ന ജനാസ വിശ്രമിക്കുന്നവനാണ് എന്ന് നിബിധങ്ങൾ പറയാൻ കാരണം. എന്നാൽ മരിച്ചു പോകുന്ന മയ്യിത്ത് മോശമായൊരു മനുഷ്യനാണെങ്കിൽ യസ്തരീഹുൽ മിൻഹുൽ ഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്, ആ മനുഷ്യന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാന്റെ പടപ്പുകളും ജീവജാലങ്ങളും വൃക്ഷങ്ങളും നാടും വിശ്രമത്തിലാണ്, അയാളിൽ നിന്ന് വിശ്രമത്തിലാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ ഉപദ്രവം ഇനി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ജീവജാലങ്ങൾക്കോ സസ്യലതാദികൾക്ക് പോലോ ഉണ്ടാവുകയില്ലല്ലോ. ആ ദുഷ്ടനായ മനുഷ്യൻ പോയല്ലോ, ബാക്കിയുള്ളവർക്ക് ആശ്വാസം. മുഅ്മിനായ മനുഷ്യൻ പോയാൽ അയാൾക്കാശ്വാസം. ഇങ്ങനെ ഏതൊരു മയ്യിത്തും രണ്ടാലൊരവസ്ഥയിലാണ്, ഒന്നുകിൽ മുസ്തരീഹ് അല്ലെങ്കിൽ മുസ്തറാഹും മിൻഹു. മുഅ്മിനീങ്ങളായ ആളുകൾ മുസ്തരീഹുകളാണ്, വിശ്രമിക്കുന്നവരാണ്. അല്ലാഹു ആ വിശ്രമം നമുക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മോശമായ മയ്യിത്താണെങ്കിൽ മുസ്തറാഹും മിൻഹു, അയാളിൽ നിന്ന് മറ്റുള്ളവർ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അവസ്ഥ ഇത്രയാണ്. കാന ഫീ ഗമ്മിദ് ദുനിയാ, ഈ ലോകം സങ്കടമുണ്ടാകുന്ന ലോകമാണ്, സങ്കടമുണ്ടാകുന്ന ലോകമാണ്, വിഷമങ്ങളുണ്ടാകുന്ന ലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹു അർശിനെ പടച്ചതിന്റെ ശേഷം ആകാശലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്ത് വെളുത്ത ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു. അല്ലാഹു പറഞ്ഞു, അംതുരി, നീ മഴ പെയ്തേക്കണം എന്ന് പറഞ്ഞപ്പോ ഒരൽപ്പനേരം അംതിരി സുറൂർ, സന്തോഷം മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ കുറച്ചു നേരം മഴ പെയ്തു. അർശിന്റെ ഇടതുഭാഗത്ത് അദല്ലത്ത് ഗമാമത്തുൻ സൗദാ, കറുത്ത നിറമുള്ള ഒരു മേഘം വന്നു. അല്ലാഹു പറഞ്ഞു, അംതുരി, മഴ പെയ്യട്ടെ. ആ മഴ പെയ്തത് ഘോരമായ മഴയായിരുന്നു. നിബിധങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്, ഈ ലോകത്ത് സന്തോഷം കുറവും സങ്കടം കൂടുതലുമാണ്. സങ്കടം കൂടുതലും സന്തോഷം കുറവുമുള്ള ലോകമാണിത്. അതുകൊണ്ടാണ് പരലോകത്തേക്ക് മരിച്ചു പോകുന്ന ആത്മാക്കളെ സംബന്ധിച്ച് നിബിധങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ അള്ളാഹുവിന്റെ മാലാഖമാർ വരും. ബിൽ മിസ്ക്, കസ്തൂരി കൊണ്ടുവരും. ബിഹരീറത്തിൻ ബൈദാ, വെളുത്ത പട്ടിന്റെ പുതപ്പ് കൊണ്ടുവരും. സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഉഖ്റുജി റാദിയതൻ മർദിയതൻ റാദിയതൻ മർദിയൻ അൻകി ഇലാ റൗഹില്ലാഹ് വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. 5 നേരം അല്ലാഹുവിനെ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും തിന്മകളിലേക്ക് പോവാതിരിക്കുകയും ഹറാമായ സമ്പാദ്യമോ പലിശ വരുന്ന കച്ചവടങ്ങളോ ചെയ്യാതിരിക്കുകയും ചെയ്തവർ, അല്ലാഹുവിനെ സൂക്ഷിച്ചവർ, അവരുടെ മുമ്പിലേക്ക് മലക്ക് വരുമ്പോൾ കസ്തൂരിയുടെ സുഗന്ധമുള്ള ഒരു പുതപ്പുമായി വന്ന് ആത്മാവിനോട് പറയുന്നു, ആത്മാവേ, വളരെ സുരക്ഷിതമായി സംതൃപ്തമായി അല്ലാഹു നിങ്ങളിൽ സംതൃപ്തനാണ്, അതുകൊണ്ടൊന്ന് പോരോളൂ, ഒന്ന് പോന്നോളൂ, എന്റെ കൂടെ വന്നോളൂ എന്ന് റൂഹിനോട് വരാൻ പറയുമ്പോഴാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ ആള് ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്നത്. ആ ആത്മാവ് ഭൂമി ലോകത്ത് നിന്ന് ആകാശലോകങ്ങളിലേക്ക് മാലാഖമാർ കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായൊരു മനുഷ്യന്റെ ആത്മാവ് ആകാശലോകത്തൂടെ കടന്നു പോകുമ്പോ മാലാഖമാർ പറയുന്നുണ്ട്, മാ അത്യബ ഹാദിർ റീഹ്, ഈ ഗന്ധം എന്തോ ഒരു മനോഹരം, എന്തൊരു സുഗന്ധം,
എന്തൊരു സുഗന്ധം! ആരാണിത്? അവര് പറയും, മുഅ്മിനായൊരു മനുഷ്യന്റെ റൂഹാണിത്. പോയി മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ മുഴുവനും വിശ്രമിക്കുന്ന ഇല്ലിയീൻ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ മുമ്പ് മരിച്ചുപോയ ആളുകൾ, മുഅ്മിനീങ്ങൾ അവിടെ കാത്തിരിപ്പുണ്ട്. അവര് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര, എങ്ങനെയുണ്ടായിരുന്നു മരണം? ഈ ലോകത്തെ വിവരങ്ങൾ അവരന്വേഷിക്കുകയാണ്. അവര് ചോദിക്കും, വലഹും അശദ്ദു ഫറഹം ബിഹി മിൻ അഹദികും ബിഗായിബി. നിങ്ങളിൽ ഒരാൾ വിദേശത്ത് പോയി ഒരുപാട് കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സന്തോഷത്തെക്കാൾ ആ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവരിലേക്ക് വന്നു ചേരുമ്പോൾ അവിടെയുള്ള സത്യവിശ്വാസികളുടെ ആത്മാക്കൾ സന്തോഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാക്കൾക്ക് സന്തോഷമാവും. അവര് ചോദിക്കും, മാദാ ഫഅല ഫുലാൻ. ഓരോരുത്തരുടെ പേര് പറയുന്ന, ഇപ്പൊ നമ്മുടെ ഈ അണ്ടിക്കോടുന്ന് ഇവിടുന്ന് ഒരാൾ മരിച്ചു പോവാ, മുഅ്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ അയാളുടെ മുമ്പ് മരിച്ചുപോയ ആളുകൾ ചോദിക്കും, അത് ആരാ വന്നത്? നമ്മുടെ മുഹമ്മദോ? എന്താ നമ്മുടെ അബൂബക്കറിന്റെ വിശേഷം? എന്താണ് നമ്മുടെ ഉമറിന്റെ വിശേഷം? എന്താ നമ്മുടെ സെയ്ദിന്റെ വിവരം? എത്രത്തോളം ചിലരുടെ മക്കളെ വിവാഹം കഴിഞ്ഞോ എന്ന് പോലും ആത്മാക്കൾ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ചോദിക്കുന്ന, പിന്നെ നമ്മുടെ മമ്മൂട്ടിന്റെ മോളെ കല്യാണം കഴിഞ്ഞോ? ഈ പോരുമ്പോ എന്താ അവസ്ഥ? ചോദിക്കും, നമ്മുടെ മറ്റേ ആളവിടെ, നമ്മുടെ സുബൈർ അവിടെ? കാരണം പറയട്ടോ, സുബൈറും പേടിക്കണ്ടേ. ഇപ്പൊ പറയും, സുബൈർ എന്റെ മുമ്പ് പോന്നല്ലോ, എന്റെ മുമ്പ് മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. യാ അല്ലാഹ്, അവിടെ എത്തിയിട്ടില്ലല്ലോ, ആൾ ഇവിടെ എത്തിയിട്ടില്ല, എല്ലീനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അവര് പറയും, യാ റബ്ബ്, എന്നാ പിന്നെ റുമിയ ബിഹി ഇലൽ ഹാവിയ, നരകത്തിലേക്ക് എറിയപ്പെട്ട് കാണും. ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് എറിയപ്പെട്ട് കാണും എന്ന് പറയുന്ന, ഇങ്ങനെ വർത്തമാനം പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയും, ദഊ, ഒന്ന് വിട്ടേക്കിനിപ്പോ, ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയാ, ദുനിയാവിന്റെ സങ്കടത്തിൽ നിന്ന് വരികയാണ്, ഒന്ന് വിശ്രമിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം വിവരങ്ങളൊക്കെ, വർത്തമാനങ്ങളൊക്കെ പിന്നെ ചോദിക്കാം, അയാളൊന്ന് വിശ്രമിച്ചോട്ടെ. ദഊഹു ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയാ, ദുനിയാവിന്റെ സങ്കടത്തിലായിരുന്നില്ലേ, അതുകൊണ്ട് അയാളെ ഇപ്പോഴൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട, ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. ദഊഹു ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയാ, ദുനിയാവിന്റെ വിഷമത്തിലായിരുന്നില്ലേ, അതുകൊണ്ട് വിശ്രമിച്ചോട്ടെ. നബി ഞങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ കാഫിറായൊരു മനുഷ്യനെ അള്ളാഹു റൂഹ് പിടിക്കുകയാണെങ്കിൽ ദുർഗന്ധമുള്ള അവസ്ഥയിലാണെന്നും ആ ആത്മാവ് പോകുന്നിടത്തെല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ മൂക്കുപൊത്തിപ്പിടിച്ച് ആ ദുർഗന്ധത്തെ സംബന്ധിച്ച് പറയുമെന്നും ഹദീസിലുണ്ട്. അല്ലാഹു നമ്മെ സജ്ജനങ്ങളിലേക്ക് ചേർക്കട്ടെ. നമ്മൾ പറയാൻ കാരണം, ദഊഹു ഫഇന്നഹു കാന ഫീ ഗമ്മി ദുനിയാ, ഈ ലോകം വിഷമങ്ങളുടെ ലോകമാണ്, ഇവിടെ സ്വർഗം പോലെ ആവണമെന്ന് വ്യാമോഹിക്കുന്നത് തെറ്റാണ്. കാരണം അങ്ങനെയല്ല, ഈ ലോകത്തിന്റെ രീതി അങ്ങനെയല്ല. അല്ലാഹു സംവിധാനിച്ചത് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാമുള്ള ലോകമായിട്ടാണ്. അതുകൊണ്ട് ദുന്യാവ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് ടെൻഷനുകൾക്കത് പരിഹാരമാണ്. ഇത് സ്വർഗമല്ല എന്ന് തിരിച്ചറിയുന്നത്. നാലാമത്തേത്, മുഅ്മിനീങ്ങളായ ആളുകളും സജ്ജനങ്ങളും അവരനുഭവിച്ച പ്രയാസങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കുക. അത്രത്തോളം നമുക്കായില്ലല്ലോ, അത്രത്തോളം എനിക്ക് പ്രയാസമുണ്ടായില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ ആശ്വാസമുണ്ടാകും. ഖാലു യാ റസൂലല്ലാഹ്, നബിയേ, അയ്യുന്നാസി അശദ്ദു ബലാഅ, ആർക്കാ നബിയെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്? ഖാല അൽ അംബിയാ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്കാണ്. സുമ്മൽ അംസലു, പിന്നെ അവരോടടുത്തവർ. ഫൽ അംസലു, പിന്നെ അവരോടടുത്തവർ. ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യന്റെ ദീനിന്റെ അളവനുസരിച്ച് അയാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ദീൻ വളരെ സുശക്തമാണെങ്കിൽ, വിശ്വാസം കരുത്തുള്ളതാണെങ്കിൽ, ഇസ്തദ്ദ ബലാഉഹു, അയാളുടെ പരീക്ഷണങ്ങൾക്കും എണ്ണം കൂടുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. വഇൻ കാന ഫീ ദീനിഹി റിഖ, ദീനൊക്കെ വളരെ ലോലമാണ്, കടുത്ത ഈമാനൊന്നുമില്ലെങ്കിൽ, ഉബ്തുലിയ അലാ ഹസബി ദീനിഹി, അവന്റെ ദീനിന്റെ തോതനുസരിച്ച് കുറവായിരിക്കും അയാൾക്കുണ്ടാവുക.
فما يبرح البلاء بالعبد حتى يتركه يمشي على الأرض ما عليه خطيئة. നബി തങ്ങൾ പറഞ്ഞു, ചില വിശ്വാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, രോഗം, കടബാധ്യത, വീടില്ല, പൈസയില്ല, ജീവിക്കാൻ വരുമാനമില്ല, ഒരുപാട് വിഷമങ്ങളാണ്. അങ്ങനെ സത്യവിശ്വാസികൾക്ക് വിഷമങ്ങൾ ഒരുപാട് കുമിഞ്ഞുകൂടുകയും അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു തെറ്റുപോലും ദേഹത്തില്ലാത്ത വിധം എല്ലാ പരീക്ഷണങ്ങൾക്കും പകരം പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടെൻഷൻ അടിച്ചാൽ പോലും അല്ലാഹു തആല പാപം പുറത്തു തരുമെന്നാണ്. ഹലാലായ വിഷയങ്ങളിൽ മനുഷ്യന്റെ ദുന്യവിയായ ഹമ്മിലൊക്കെ തന്നെ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. മൻ കാനത്തിൽ ആഖിറതു ഹമ്മ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി. അഞ്ചാമത്തേത്, ദുന്യാവിൽ സങ്കടമില്ലാതിരിക്കണമെങ്കിൽ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ സഹിക്കാൻ കഴിയുന്ന ഒരു പരുവത്തിലേക്ക് മനസ്സാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ, ഇതാണൊരു പരിഹാരം. അഞ്ചാമത്തെ പരിഹാരം, നമ്മുടെ ലക്ഷ്യം ആഖിറമാവുക. മനസ്സുകൊണ്ടുള്ള ലക്ഷ്യം ആഖിറമാണ്. ജോലി ചെയ്യുന്നു, റബ്ബേ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കാനല്ല, ജോലി ചെയ്ത് എന്റെ കുടുംബം പുലർത്തണം, എന്തെങ്കിലും നിന്റെ ദീനിന് ചെയ്യണം. എല്ലാ വിഷയത്തിലും ആഖിറം ലക്ഷ്യമാക്കുക. മൻ കാനത്തിൽ ആഖിറതു ഹമ്മ, ഒരു മനുഷ്യന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, ആ മനുഷ്യന്റെ ഐശ്വര്യം ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കും. ഖൽബിന്റെ ഉള്ളിൽ ഐശ്വര്യമുണ്ടാകും. എന്ത്? ആഖിറമാണ് ലക്ഷ്യമെങ്കിൽ. വജമഅ ലഹു ശംലഹ്, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, പൈസയും സൗകര്യങ്ങളും അല്ലാഹു തരും. വഹിയ റാഗിമ, അയാൾ വേണ്ടെന്ന് വെച്ചാൽ തന്നെയും ദുന്യാവ് വരുമെന്നാണ്. എപ്പോ? ലക്ഷ്യം പരലോകമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ. വമൻ കാനത്തിദ് ദുനിയാ ഹമ്മ, ഒരു മനുഷ്യന്റെ ആകെയുള്ള ലക്ഷ്യം ഇവിടെ പൈസ ഉണ്ടാക്കണം, ജനങ്ങളോട് മത്സരിക്കണം, നാട്ടുകാരെ ഞെട്ടിക്കണം, ഇത്രയാണ് ലക്ഷ്യമെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ ദാരിദ്ര്യം അവന്റെ രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ അല്ലാഹു നീക്കിക്കളയുകയില്ല. എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും ദാരിദ്ര്യം. പൈസ കൊണ്ട് ബറക്കത്തില്ല, പൈസ കൊണ്ട് ഒരു ഫലം കാണുന്നില്ല, എല്ലാറ്റിലും ദാരിദ്ര്യം, ആവശ്യങ്ങൾ തീരുന്നില്ല. ആ രീതിയിൽ അല്ലാഹു ഉണ്ടാക്കുന്നത് ലക്ഷ്യം ഈ ലോകമാകുമ്പോഴാണ്. വഫറഖ അലൈഹി ശംലഹു, ഒരു കാര്യവും നേരെയാവില്ല. വലം യഅതിഹി മിനദ്ദുനിയാ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അല്ലാഹു കണക്കാക്കിയതല്ലാതെ ഈ ലോകത്തെ സമ്പാദ്യത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുകയുമില്ല. പക്ഷേ പരലോകമാണ് ലക്ഷ്യമെങ്കിൽ അല്ലാഹു ഐശ്വര്യം ഹൃദയത്തിൽ നൽകുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യും. നേരം വെളുക്കുമ്പോ അല്ലാഹുവേ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന എത്ര കാര്യം ഇന്നെനിക്ക് ചെയ്യാൻ കഴിയും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ഈ ലോകത്തെ പ്രശ്നങ്ങൾ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. ആറാമത്തേത് വളരെ സിമ്പിളാണ്, ഈസിയാണ്. ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണത്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളും മുറിച്ചു കൊണ്ടുപോകുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മൗത്ത് ഫഇന്നഹു ലം യദ്കുറുഹു അഹദുൻ ഫീ ളീഖിൻ മിനൽ ഐശ് ഇല്ലാ വസ്സഅഹു അലൈഹി. ജീവിതം സങ്കുചിതമാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, മരണത്തെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശാലതയുണ്ടാകും. വിശാലമായി മതിമറന്ന് ജീവിക്കുമ്പോൾ, മരണത്തെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് മൂല്യമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തതും അതിന് ശേഷമുള്ളതും ഇനി നമ്മൾ പഠിച്ചെടുക്കേണ്ട വിഷയങ്ങളാണ്, ദുആകളാണ്. ചില ദുആകൾ നമ്മൾ പഠിക്കണം, അത് സങ്കടങ്ങൾ നീങ്ങിപ്പോവാൻ അല്ലാഹു എളുപ്പമാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ നസല, നബി തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമെത്തിയാൽ ഫകുന്തു അസ്മഉഹു കസീറാ യഖൂലു, ഒരുപാട് തവണ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ
والبخل والجبن وضلع الدين وغلبة الرجال. കടം വീടാൻ വേണ്ടി വന്നതിൽ ഇതേപോലെ വേറെ ചില വാക്കുകളിൽ നിബിധങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സങ്കടം വീടാൻ ഇങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൽ വദലഇദ്ദൈനി വഗലബത്തിർ റിജാൽ എന്ന് നബിതങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിനൽ ഹമ്മി വൽ ഹസൻ, സങ്കടവും വിഷമങ്ങളും വന്നു പോകുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വൽ അജ്സി വൽ കസൽ, ശരീരം ദുർബലമാവുന്നത്, മടി വരുന്നത്, ഉന്മേഷമില്ലായ്മ, അല്ലാഹുവേ നീ കാക്കേണമേ. വൽ ബുഖ്ലി വൽ ജുബൻ, പിശുക്ക് തോന്നുന്നത്, സൽക്കർമ്മങ്ങൾക്ക് ചെലവഴിക്കാൻ തോന്നാതിരിക്കുക. വൽ ജുബിനി, ഏതൊരു വിഷയത്തിലും മുന്നിട്ടിറങ്ങാൻ ധൈര്യമില്ലാത്ത അവസ്ഥ വരുന്നത്. വദലഇദ്ദൈനി വഗലബത്തിർ റിജാൽ, കടം കുമിഞ്ഞുകൂടുന്നതും മനുഷ്യന്മാർ ആക്രമിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് കാവൽ നൽകണമേ എന്ന് നിബിതങ്ങളുടെ ദുആയിലുണ്ട്. ഒന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വദലഇദ്ദൈനി വഗലബത്തിർ റിജാൽ. كان النبي صلى الله عليه وسلم يدعو به. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വിഷമം നമുക്കൊക്കെ തോന്നുമല്ലോ, ഭാവിയിൽ എന്താവും, എന്റെ ജോലി എന്താവും, കച്ചവടം എന്താവും, മക്കൾ എന്താവും, ഭാര്യ എന്താവും, കുടുംബം എന്താവും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണെങ്കിൽ നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഇങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. അതിനർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, അല്ലാഹുവേ എന്റെ മുഖ്യമായ വിഷയം എന്റെ ദീനാണ്, അത് നീ എനിക്ക് നന്നാക്കി തരയണമേ. അങ്ങനെയാണെങ്കിൽ നിസ്കാരം ഒഴിവാവില്ല, നോമ്പ് ഒഴിവാകുന്നില്ല, സത്യസന്ധത ഒഴിവാകുന്നില്ല, എല്ലാ സൽക്കർമ്മങ്ങളുമുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സഹായവും ഈ ദുആ കൊണ്ട് അല്ലാഹു നൽകും. ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി, ഞാൻ ജീവിക്കുന്ന എന്റെ ഈ ലോകം, ഈ ലോകത്തെ വിഷയങ്ങൾ നീ എനിക്ക് നന്നാക്കി തരയണമേ. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി, ഞാൻ മടങ്ങാൻ പോകുന്ന എന്റെ ആഖിറം നീ എനിക്ക് നന്നാക്കി തരയണമേ. വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, എന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മ വർദ്ധിക്കാൻ നിമിത്തമാക്കി തരണേ. വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ, എന്റെ മരണം എല്ലാ വിപത്തുകളിൽ നിന്നും ദൂരെയാക്കി തരയണമേ. ഇത് സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടെങ്കിൽ ഈ ദുആ പതിവാക്കുക. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر. പരിശുദ്ധ ഹബീബായ തങ്ങൾ പറഞ്ഞ ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിലും
വളരെ പ്രാധാന്യമുള്ള ഒരു ഹദീസ് ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അസ്വാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ ഫഖാല, ഏതെങ്കിലും ഒരാൾക്ക്, ഒരാണിനോ പെണ്ണിനോ വല്ലാത്ത ടെൻഷനും ബുദ്ധിമുട്ടും സങ്കടവും തോന്നുകയാണെങ്കിൽ ഈ ദുആ അവർ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം അവർക്ക് അല്ലാഹു തആല വഅബ്ദലഹു മകാനഹു ഫറജ, സങ്കടം നീക്കി അല്ലാഹു പരിഹാരം നൽകും എന്ന് പറഞ്ഞ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക أن تجعل القرآن العظيم ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഒരൽപ്പം ദീർഘമുള്ള ദുആയാണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്, വലിയ ഫലമാണ്, മുജറബാൻ, അനുഭവ സാക്ഷ്യമുള്ള ദുആകളാണ് ഇതൊക്കെ. നമ്മൾ പഠിച്ചു വെക്കുക, അതിന് ഉസ്താദുമാരോടൊക്കെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അത് അങ്ങനെ തുടങ്ങുക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക, നിന്റെ അടിമയുടെ മകനാണ്. ഇബ്നു അമതിക, നീ സൃഷ്ടിച്ച ഒരു പെണ്ണിന്റെ മോനാണ്. നാസിയതി ബിയദിക, എന്റെ സർവ്വ നിയന്ത്രണവും നിന്റെ കയ്യിലാണ്. മാദിൻ ഫിയ ഹുക്മുക, നിന്റെ ഏത് വിധിയും എന്നിൽ നിനക്ക് നടപ്പാക്കാൻ കഴിയും. അദ്ലുൻ ഫിയ ഖളാഉക, നിന്റെ എല്ലാ തീരുമാനങ്ങളും നീതി തന്നെയാണ് റബ്ബേ. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിന്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ. സമ്മൈത ബിഹി നഫ്സക, നീ നിന്നെ തന്നെ പേര് വിളിച്ച നിന്റെ നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ. ഔ അൻസൽതഹു ഫീ കിതാബിക, പ്രവാചകന്മാർക്ക് നീ ഇറക്കിക്കൊടുത്ത ഗ്രന്ഥങ്ങളിൽ നീ അവതരിപ്പിച്ച നിന്റെ നാമങ്ങൾ. അവസ്തഅ്തർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, ആർക്കാർക്കും പറഞ്ഞു കൊടുക്കാത്ത നീ മാത്രം സ്വകാര്യമായി വെച്ചറിയുന്ന നിന്റെ നാമങ്ങൾ. ആ നാമങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ, അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി, വിശുദ്ധ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണേ. വനൂറ സുദ്രി, എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി തരണേ. വജലാഅ ഹുസ്നി, എന്റെ സങ്കടം നീങ്ങാൻ കാരണമാക്കണേ. വദഹാബ ഹമ്മി, എന്റെ വിഷമങ്ങൾ ഇല്ലാതാവാൻ കാരണമാക്കണേ. ഇത് ദുആ ചെയ്താൽ അല്ലാഹു എല്ലാ സങ്കടങ്ങൾക്കും പകരം സന്തോഷമുള്ളത് അല്ലാഹു പകരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും ഏറ്റവും ശ്രേഷ്ഠമായ ദുആഉൽ കർബ് എന്ന് പറഞ്ഞ ദുആയുണ്ട്. നേരത്തെ പറഞ്ഞ അത്ര തന്നെ നീളമുള്ളതല്ല, കുറച്ച് കുറവാണ്. ഇനി എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ചെറിയൊരു ദുആ വഴിയെ പറയുന്നുണ്ട്. ദുആഉൽ കർബ് ഇങ്ങനെയാണ്: അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാന യഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ കർബ്, എന്ത് പ്രയാസം വന്നാലും നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന യഖൂലു ഇൻദൽ കർബ്, പ്രയാസങ്ങൾ വരുമ്പോൾ നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത് വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് ദുആഉൽ കർബ് എന്ന ദുആയാണ്. പ്രയാസങ്ങൾ നീങ്ങിപ്പോവാനുള്ള ദുആ എന്നാണ് ഈ ദുആഇന്റെ പേര് തന്നെ. പക്ഷെ ഇതിലൊരു അത്ഭുതം, ഇതിലൊന്നും അള്ളാഹുവിനോട് പേര് പറഞ്ഞ് അള്ളാഹുവിനോട് ഒരു വിഷയം ഇതിൽ അവതരിപ്പിക്കാൻ പറയുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുക മാത്രമാണ്. അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. അള്ളാഹുവേ, നീയല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമേ ഇല്ല തമ്പുരാനെ. അൽ അളീമുൽ ഹലീം, അള്ളാഹു മഹോന്നതനാണ്,
ഹലീമാണ്. മനുഷ്യരുടെ അവിവേകങ്ങൾ ക്ഷമിക്കുന്നവനാണ് അല്ലാഹു. ആ റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, മഹോന്നതമായ അർശിന്റെ അധിപനായ റബ്ബേ, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ മറ്റാരുമേ ഇല്ല. റബ്ബുസ് സമാവാതി വറബ്ബുൽ അർള് വറബ്ബുൽ അർശിൽ കരീം, നിന്റെ അഭിമാനത്തിന്റെ, നിന്റെ അധികാരത്തിന്റെ സിംബലായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബേ, ആകാശലോകങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹനായ ആരുമേ ഇല്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു പ്രയാസം നീക്കിത്തരണേ എന്ന പരാമർശം പോലുമില്ലെന്നാണ്. എന്നാലും ഇതാണ് പ്രയാസങ്ങൾ നീങ്ങാനുള്ള ഏറ്റവും പ്രബലമായ ദുആഉൽ കർബ് എന്നറിയപ്പെടുന്ന ദിക്റാണിത്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, അൽ അളീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. പ്രാർത്ഥന കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണിത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ തങ്ങളുടെ ഖാദിമാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഹസബഹു അംറുൻ, നബി തങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇതൊക്കെ ജീവിതത്തിലേക്കുള്ള ഒറ്റമൂലികളാണ്, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ്. നമ്മൾ നെട്ടോട്ടം ഓടുമ്പോ ഈ ദിക്റുകൾ നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും ഉണ്ടാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി നിന്റെ സഹായം ഞാൻ ചോദിക്കുന്നു റബ്ബേ. അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാല ലീ റസൂലുള്ളാഹ്, എന്നോട് മുത്തുനബി തങ്ങളെന്ന് പറഞ്ഞു, അലാ ഉഅല്ലിമുകി കലിമാത്തിൻ അസ്മാ, നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. തഖൂലീനഹുന്ന ഇൻദൽ കർബ്, പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ചില ദുആകളൊക്കെ വലിയ ദുആയാവുമ്പോൾ അത് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ എന്നൊക്കെ നമുക്ക് പ്രയാസം തോന്നിയേക്കാം. പക്ഷേ ചെറിയ ചെറിയ ദുആകളുണ്ട്, എല്ലാം പഠിക്കണം. ചെറിയ ദുആ വളരെ പെട്ടെന്ന് പഠിക്കാം. നബി തങ്ങൾ അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെ പറയണം, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ ഇങ്ങനെ പറയുക, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. സ്വലാത്ത് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. എട്ടാമതായി ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അസ്വലാത്തു അലൻ നബി, നബി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് സങ്കടങ്ങൾ ഇല്ലാതാവാൻ കാരണമാണ്. ദീർഘമായ ഹദീസ് മഹാനായ തുഫൈൽ ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് എന്ന അവരുടെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കാന റസൂലുള്ളാഹി ഇദാ ദഹബ സുലുസൽ ലൈൽ ഖാമ, നബി തങ്ങൾ രാത്രിയുടെ 2 ഭാഗവും കടന്നു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു നിസ്കരിക്കാൻ വേണ്ടി. എന്നിട്ട് പറയും, ജനങ്ങളെ, ഉദ്കുറുല്ലാഹ ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. جاءت الراجفة تتبعها الرادفة جاء الموت بما فيه جاء الموت بما فيه. ലോകാവസാനം വന്നെടുക്കാറായി, മരണം വന്നെടുക്കാറായി, എല്ലാവരും അല്ലാഹുവിനെ ഓർക്കണേ എന്ന് പാതിരാവിൽ വിളിച്ചു പറയും റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ അങ്ങേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് നബിയേ. ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട് നബിയേ ഞാൻ. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എന്റെ സ്വലാത്ത് എത്രയാ നബിയേ ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, മാ ശിഅത, നിങ്ങൾക്ക് വേണ്ടത്ര ചൊല്ലിക്കോളൂ ഉബയ്യേ. മഹാനവറുകൾ പറഞ്ഞു, അർറുബ്അ, എന്റെ എല്ലാ ദിക്റുകളുടെയും 4/1 ഭാഗം ഞാൻ സ്വലാത്താക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, മാ ശിഅത, വേണ്ട പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, കുറച്ച് ഏറെ ചെയ്താൽ നിങ്ങൾക്കത് ഖൈറാണ്. ഞാൻ ചോദിച്ചു, നബിയേ, അന്നിസ്ഫ, എന്റെ ദിക്റുകളിൽ, എന്റെ വചനങ്ങളിൽ, ഞാൻ അള്ളാഹുവിനെ ഓർക്കാൻ വെക്കുന്ന സമയങ്ങളിൽ പകുതി സമയം ഞാൻ സ്വലാത്ത് തന്നെ ചൊല്ലിക്കോട്ടെ. നബി തങ്ങൾ പറഞ്ഞു, മാ ശിഅത, വേണ്ടതുപോലെ ചെയ്തോളൂ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ഏറെ ചെയ്താൽ നിങ്ങൾക്കതിൽ ഖൈറുണ്ട്. ഞാൻ ചോദിച്ചു, നബിയേ, ഫസുലുസൈൻ, 3/2 ഭാഗം സ്വലാത്ത് തന്നെ ചൊല്ലിക്കോട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ആവാം, ഏറെ ചെയ്താൽ നിങ്ങൾക്കത് ഖൈറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ഞാനിനി എപ്പോഴും നബിയെ സ്വലാത്ത് ചൊല്ലാൻ പോകുന്നു. എന്റെ സ്വലാത്ത് മുഴുവനും അങ്ങേക്ക് നബിയെ, എപ്പോഴും ഞാൻ സ്വലാത്തിൽ മുഴുകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക, എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഇല്ലാതെയാവും. വയുഗ്ഫറു ലക ദംബുക, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. പാപങ്ങൾ പൊറുക്കപ്പെടാനും സങ്കടങ്ങൾ ഇല്ലാതാവാനും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്വലാത്തിന് സാധിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മറ്റൊരു പരിഹാരം കൂടെ, 9ാമതായി ഒരു പരിഹാരം കൂടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു തരുന്നത്, ഒരുപാട് നന്മകൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ്. ആരോഗ്യമുള്ള ഈമാനുള്ള മനുഷ്യനാണ് ആരോഗ്യമില്ലാത്ത മുഅ്മിനിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം. വഫീ കുല്ലിൻ ഖൈർ, രണ്ടാളിലും നന്മയുണ്ട്. ആരോഗ്യമുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലും രണ്ടാളിലും ഖൈറുണ്ട്. എന്നാലും ആരോഗ്യമുള്ളവനെയാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുന്നവര്, ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുന്നവര്, ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നവര്, നടക്കാൻ ഇറങ്ങുന്നവര്, ആരോഗ്യം പരിരക്ഷിക്കുന്നവർ ഈമാനുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ ആരോഗ്യമില്ലാത്തവരെക്കാളും അവരോട് അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിന്റെ സഹായം ആവശ്യപ്പെടുക. വലാ തഅജസ്, അശക്തനായി പോവരുത്. വഇന്ന സ്വഅബക ശൈഉൻ ഫലാ തഖുൽ, എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിക്കുമ്പോ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ വകദാ എന്ന് പറയരുത്. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയരുത്. വലാകിൻ ഖുൽ, എന്തെങ്കിലും ഒരു അപകടമോ വിപത്തോ സംഭവിക്കുമ്പോൾ പറയേണ്ടത് ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അവൻ ഉദ്ദേശിച്ചത് സംഭവിച്ചു, അങ്ങനെയാ പറയേണ്ടത്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ഞാൻ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തെങ്കിൽ, ഇങ്ങനെ ചെയ്തെങ്കിൽ എന്ന് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നാം ഊഹിച്ചു പറയുന്നത് പിശാചിന്റെ വാതിലാണ് തുറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകൾ വർദ്ധിപ്പിക്കുകയും ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്, ഉപകാരം ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സങ്കടവും ഹമ്മും ഗമ്മും തീരാൻ കാരണമാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ അനുഭവം സൂറത്തുൽ അംബിയായിൽ അള്ളാഹു വിവരിച്ച ഭാഗമാണ് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات
فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. നബിയേ, യൂനുസ് നബിയെ ഓർക്കുന്നുണ്ടോ? നബിയേ, നീനവായിൽ വന്ന പ്രവാചകർ അള്ളാഹുവിന്റെ തീരുമാനം അറിയിക്കപ്പെടുന്നതിന്റെ മുമ്പേ നീനവായിൽ നിന്ന് കപ്പൽ കയറി പോവുകയും ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുകയും ചെയ്ത് ഒരു മഹാമത്സ്യം ഹൂത്തുൽ അംബർ എന്ന് പറയുന്നൊരു മത്സ്യം മഹാനവറുകളെ വിഴുങ്ങുകയും ചെയ്ത് ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ 40ഓളം ദിവസം മഹാനവറുകൾ കഴിച്ചുകൂട്ടിയത്. അല്ലാഹു പറയുന്നു, ഫനാദാ ഫിദ്ദുലുമാത്, സമുദ്രത്തിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, ഇരുട്ടുകൾക്കുള്ളിൽ വെച്ച് മഹാനായ നബി യൂനുസ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല റബ്ബേ. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ എന്റെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി റബ്ബേ, നീ എന്നോട് പൊറുക്കണേ എന്ന് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ഫസ്തജബ്നാ ലഹ്, അവർക്ക് നാം ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, വലിയ സങ്കടത്തിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തി. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഈ ദിക്ർ ചൊല്ലിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിന് ഫലമുണ്ടായെന്ന് അള്ളാഹു പറയുമ്പോ ഞങ്ങളിത് ചൊല്ലിയാൽ കാര്യമുണ്ടോ? ഞങ്ങളിത് ചൊല്ലിയാൽ സങ്കടം തീരുമോ? സങ്കടങ്ങളില്ലാതെയാവാൻ കാരണമാകുമോ എന്ന് ചോദിച്ചപ്പോ നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം വഹയുമായി വരികയും ഇനിയുള്ള ബാക്കി ഭാഗം ഓതി കൊടുക്കുകയും ചെയ്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം എല്ലാ സത്യവിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ഇപ്രകാരം യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയ പോലെ ആ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാ വിശ്വാസികളെയും അള്ളാഹു സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ വാക്കുണ്ട്. സൂറത്തുൽ അംബിയായിലെ 87-ാമത്തെ ആയത്താണത്. അള്ളാഹു വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു കരകയറാനുള്ള ഭാഗ്യം തരട്ടെ. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്ന് പറഞ്ഞു നോക്കിൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മഹാനായ പ്രവാചകൻ ആ ഒരു ദുആ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നേനെ. പക്ഷേ അള്ളാഹു രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്താൻ കാരണമായത് ദുആയാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മൾ, ഒരു രോഗം വന്നാൽ, പനി വന്നാൽ കിടപ്പിലാകുന്ന നമ്മൾ, ഒരു ജലദോഷം വന്നാൽ എല്ലാ ഉന്മേഷവും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ, ഒരസുഖം ശരീരത്തിൽ ഉണ്ടെന്ന് കേട്ടാൽ പേടിപ്പെടുന്ന മനുഷ്യർ, നമ്മൾ ഖുലിഖൽ ഇൻസാനു ദഈഫ, ദുർബലരായിട്ടാണ് നമ്മൾ പടക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ രക്ഷ കിട്ടാനും ശക്തി കിട്ടാനും വഴിയില്ല. അല്ലാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് മടങ്ങുകയും നാവുകൊണ്ട് ദിക്ർ ചൊല്ലുകയും പറഞ്ഞ ദുആകൾ പഠിച്ചെടുക്കുകയും ചെയ്ത് ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകമാണിത്. പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിയില്ല. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമാണ്. 9ഓളം മാർഗങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ വിഷമങ്ങളിൽ നമുക്ക് അല്ലാഹു മോചനം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മളെല്ലാവർക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അവന്റെ റഹ്മത്തും അവന്റെ കരുണയും 2 ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സങ്കടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസപ്പെടുത്തുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മുടെ യുവാക്കളെ, യുവതികളെ, നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അവനോടുള്ള ദുആഇന്റെയും
ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഈമാനിന്റെയും തവക്കുലിന്റെയും ബലത്തിൽ എല്ലാവിധ അസന്നിഗ്ധ ഘട്ടങ്ങളെയും പ്രയാസഘട്ടങ്ങളെയും മറികടക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയും ദുആവും ദിക്റൊക്കെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും